കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെൽ നേതൃത്വം നൽകുന്ന പ്രയാൻ 2023 CUET പരിശീലന പരിപാടിയാണ് ഇന്ന് കാസർഗോഡ് ജില്ല നേതൃത്വം നൽകുന്ന ബിസിനസ് സ്റ്റഡീസ് വിഷയത്തിലുള്ള ക്ലാസ് ആണ് ലഭ്യമാകുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന CGAC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം സാറിനെ ഹൃദയപൂർവ്വം ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാസർഗോഡ് ജില്ലയുടെ ജില്ലാ കോർഡിനേറ്റർ പുഷ്പലത ടീച്ചർ, മറ്റു ജില്ലകളിൽ നിന്നുള്ള ജില്ലാ കോർഡിനേറ്റർമാർ, ജോയിന്റ് കോർഡിനേറ്റർമാർ, വിദ്യാഭ്യാസ ജില്ലാ കൺവീനർമാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. ബിസിനസ് സ്റ്റഡീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർവകലാശാലകൾ മറ്റ് ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലും അടക്കം മൊത്തമുള്ള വിവിധ സർവകലാശാലയിലേക്കുള്ള CUET പരീക്ഷ മെയ് മാസത്തിൽ ആരംഭിക്കും. അതിന്റെ ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഈ ക്ലാസ് കൈകാര്യം എത്തിയിരിക്കുന്ന അധ്യാപകരെ പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് അനിൽ കാന്തി സാറാണ്. സാറ് SKMJ HSS കൽപ്പറ്റയിൽ നിന്നുള്ള കൊമേഴ്സ് അധ്യാപകനാണ്. ഏറ്റവും സ്നേഹപൂർവ്വം അനിൽ കാന്തി സാറിനെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമതായി ക്ലാസ് നയിക്കുന്നത് സന്ദീപ് കുമാർ NV, SSHSS കാട്ടുകുക്കെ കാസർഗോഡാണ്. സാറിനെയും ഏറ്റവും ഹൃദയപൂർവ്വം ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാമതായി ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് സുപ്രീത് V, HSST കൊമേഴ്സ് GHSS കുമ്പള കാസർഗോഡാണ്. സുപ്രീത് സാറിനെയും ഏറ്റവും ഹൃദയപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാലാമതായി ഈ ക്ലാസ്സിന് കൈകാര്യം ചെയ്യുന്നത് സോജി ചാക്കോ സാറാണ്. GHSS ചെർക്കള കാസർഗോഡാണ്. സാറിനെയും ഏറ്റവും ഹൃദയപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ ക്ലാസ് കേൾക്കുവാൻ യൂട്യൂബിലും അതുപോലെ തന്നെ സൂമിലും എത്തിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ് ആദ്യം കൈകാര്യം ചെയ്യുന്നതിനായി അനിൽ കാന്തി സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. അജിത് സാർ ഓക്കെ അല്ലേ? സാർ പറയുന്നത് കേൾക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അനിൽ സാർ അൺമ്യൂട്ട് ചെയ്യൂ സാർ. അനിൽ കാന്തി സാർ. അജിത് കാന്തി സാർ. ഓക്കെ. ഇപ്പൊ കേൾക്കാമോ? ഓക്കെ സാർ, കേൾക്കാം. ഒന്ന് കോഹോസ്റ്റ് ആക്കാമോ? സാർ കോഹോസ്റ്റ് ആണ്. ആയിരുന്നു, ലൈവ് സ്ട്രീമിംഗ് വന്നപ്പോ പുറത്തുപോയി. എക്സിറ്റ് ആയി സാർ. ഇപ്പം പിന്നെയും കോഹോസ്റ്റ് ആണ്. താങ്ക് യു. സ്ക്രീൻ കാണാമോ? കാണാം. Is it clear? Yes sir, yes sir. Okay. Okay, തുടങ്ങാം അല്ലേ? ബഹുമാനപ്പെട്ട അധ്യാപകരെ, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ഭാരവാഹികളെ, അതോടൊപ്പം CUET എക്സാം എഴുതുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഡിയർ ആസ്പിറൻസ്, എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. +2 ബിസിനസ് സ്റ്റഡീസിന്റെ ചാപ്റ്റർ 5 ഓർഗനൈസിംഗ് അഥവാ സംഘാടനം എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ വളരെ ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ മാത്രം നിങ്ങൾക്ക് തന്നുകൊണ്ട് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: വാട്ട് ഈസ് ഓർഗനൈസിംഗ്? As we know, it is a function of management
പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ്. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് നമ്മൾ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ്, സംഘാടനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. Anyway, it can be defined as the process of identifying and grouping various activities and bringing together all the resources and establishing productive relationship among them for the achievement of specific goals. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുവഴി നമുക്ക് ഒരു പ്രത്യേക ഗോൾ, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മനുഷ്യ പ്രയത്നങ്ങളെ ഏകോപിപ്പിക്കുകയും മാനുഷികവും ഭൗതികവുമായ വിഭവങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സംഘാടനം. ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മനുഷ്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും വിഭവങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സംഘാടനം എന്ന കാര്യം ഓർക്കുക. Let us come to the next topic, that is steps in the process of organizing. ഈ സംഘാടനം എന്ന പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒരു ഫംഗ്ഷനിലൂടെ, മാനേജ്മെന്റ് ഫംഗ്ഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏതെല്ലാം സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്, അതിന്റെ പ്രൊസീജിയർ എന്താണ്? ഒന്നാമതായി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ അഥവാ ജോലികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അതിനെ വിഭജിച്ച് നൽകുകയും ചെയ്യുന്നു. 2, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ അഥവാ വകുപ്പുകളുടെ രൂപീകരണമാണ്. അതായത് സമാന സ്വഭാവമുള്ള ഓരോ വർക്കിനെയും അല്ലെങ്കിൽ ഓരോ ജോബിനെയും ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളായി തരംതിരിക്കുന്നു. ഉദാഹരണത്തിന് പർച്ചേസ് ഇടപാടുകളെല്ലാം നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടാണ് ചെയ്യിക്കുക. സെല്ലിംഗ് ആക്ടിവിറ്റീസ് എല്ലാം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടാണ് നമ്മൾ ചെയ്യിക്കാറുള്ളത്. മൂന്നാമതായി അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. ചുമതലകൾ കൃത്യമായി വിഭജിച്ച് നൽകണം. ഓരോ ഡിപ്പാർട്ട്മെന്റിനും, ഓരോ മാനേജേഴ്സിനും, ഓരോ വർക്കേഴ്സിനും കൃത്യമായി ഡ്യൂട്ടീസ് അസൈൻ ചെയ്യേണ്ടതുണ്ട്. 4മതായി എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. അധികാര ബന്ധം സ്ഥാപിക്കണം. ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആരെയാണ് അനുസരിക്കേണ്ടത് എന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ റിലേഷൻഷിപ്പ്, ആ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് അവിടെ ആ സ്കാലർ ചെയിൻ അഥവാ അധികാര ശ്രേണി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ 4 കാര്യങ്ങളാണ് പ്രോസസ് ഓഫ് ഓർഗനൈസിംഗിൽ വരുന്നത്. ഒന്നാമതായി പ്രവർത്തികൾ തിരിച്ചറിയുകയും വിഭജിച്ച് നൽകുകയും ചെയ്യുന്നു. 2, വകുപ്പുകളുടെ രൂപീകരണം. 3, ചുമതലകൾ ഏൽപ്പിച്ചു നൽകൽ. 4മതായി അധികാര ബന്ധം സ്ഥാപിക്കൽ. എങ്കിൽ എന്തൊക്കെയാണ് ഓർഗനൈസിംഗിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നു ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. അല്പം സ്പീഡിലാണ് നമ്മൾ കണ്ടന്റ് പറഞ്ഞു പോകുന്നത് എന്ന കാര്യം ഓർക്കുക. കാരണം നിങ്ങൾ എല്ലാവരും തന്നെ ഈ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ച് പരീക്ഷയും എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയി പോകേണ്ടതില്ല. നമുക്ക് പ്രധാനപ്പെട്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഒരല്പം സ്പീഡിലാണ് പോകുന്നത്. എല്ലാവരും അഡാപ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് അഥവാ പ്രാധാന്യത്തിലേക്ക് വരുന്നു. ഒന്നാമതായി ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ. വൈവിധ്യവൽക്കരണത്തിലൂടെ അല്ലെങ്കിൽ വിശേഷവൽക്കരണത്തിലൂടെ കൂടിയ ഉൽപാദനക്ഷമത കൈവരിക്കാൻ സാധിക്കുന്നു. നമ്പർ 2, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻ. തൊഴിൽ ബന്ധങ്ങളിലെ വ്യക്തത സ്ഥാപനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നു. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങളുടെ ഏറ്റവും കാര്യക്ഷമമായ ഉപയോഗം, അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ അല്ലെ. വിഭവങ്ങളെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനും പാടില്ല. അപ്പൊ കാര്യക്ഷമമായ ഉപയോഗമാണ് നമുക്ക് വേണ്ടത്. 4മതായി അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. ബിസിനസ് സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ സ്ഥാപനത്തെയും ജീവനക്കാരെയും പ്രാപ്തരാക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഓർഗനൈസിംഗിന്റെ ഉത്തരവാദിത്വമാണ് അഥവാ പ്രാധാന്യമാണ്. 5മതായി എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഫലപ്രദമായ ഒരു ഭരണ നിർവഹണം സ്ഥാപനത്തിൽ സാധ്യമാക്കുന്നു. 6, ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. ജീവനക്കാരുടെ കഴിവുകളും താല്പര്യങ്ങളും അനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ നൽകി അവരെ വികാസത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു. 7മതായി പറയുന്നു എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ശക്തമായ ഒരു സംഘടനാ ചട്ടക്കൂട് ആവശ്യമാണ്. അത് സൃഷ്ടിച്ചു നൽകി ഓർഗനൈസിംഗ് എന്ന ഈ മാനേജ്മെന്റ് ഫംഗ്ഷൻ നമ്മുടെ സ്ഥാപനത്തെ ഏറ്റവും മികച്ചതാക്കാൻ സഹായിക്കുകയാണ്. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ അഥവാ വിവിധ തരം സംഘടനാ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇസ് ദ എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് പാർട്സ് ഓഫ് ദ എന്റർപ്രൈസ്. സ്ഥാപനത്തിലെ വിവിധ ഭാഗങ്ങളെ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഒന്നിച്ചു നിർത്തി കൃത്യമായ ഒരു പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു സ്ലൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു മാനേജ്മെന്റ് ഹൈറാർക്കി നമുക്ക് അവിടെ കാണാൻ പറ്റും. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് പൊസിഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. അപ്പൊ ടോപ്പ് ലെവലിൽ ആരാണ്, മിഡിൽ ലെവലിൽ ആരാണ്, ലോവർ ലെവലിൽ ആരാണ്, ദെൻ വർക്കേഴ്സ് ആരൊക്കെയാണ് എന്ന കാര്യങ്ങൾ അവരവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതനുസരിച്ച് വേണം അവരുടെ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാൻ. ദ സ്ട്രക്ചർ പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫോർ പെർഫോമിംഗ് ദെയർ
ഫങ്ഷൻസ്. ഓരോരുത്തർക്കും അറിയാം ഞാൻ ഏത് പൊസിഷനിലാണ്. സോ ടോപ്പ് ലെവൽ മാനേജർക്ക് അറിയാം ഞാൻ ഏത് പൊസിഷനാണ്, എന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ലോവർ ലെവൽ മാനേജർക്കും അറിയാം, എംപ്ലോയീസിനും അറിയാം. അപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായി അവരെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെ ദേ ക്യാൻ ഡു their activities in a very good manner. ഇതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം. എങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള സംഘടനാ സംവിധാനം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. മെയിൻലി വി ക്യാൻ ഡിവൈഡ് ദിസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ into two. They are functional structure and divisional structure. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഡ്യൂട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നമ്മൾ ഘടന നിശ്ചയിക്കുന്നത്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഓരോരോ ഡിവിഷൻ ഒന്നെങ്കിൽ പ്രോഡക്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റീജിയന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും നമ്മളവിടെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഘടന നിർവഹിക്കുന്നു, ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥാപനത്തിന്റെ ഒരു ഘടനയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ദിസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെന്റ് ഫങ്ഷൻസ്. ഏതെല്ലാം പ്രവർത്തനങ്ങളാണ്, ധർമ്മങ്ങളാണ്, ഡ്യൂട്ടീസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥാപനത്തിന്റെ ഒരു ഘടന സൃഷ്ടിക്കുകയാണെങ്കിൽ, മാനേജ്മെന്റ് ഹൈറാർക്കി സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. ഇവിടെ തന്നിട്ടുള്ള ചില ഉദാഹരണങ്ങൾ: ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, രണ്ട് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, ഇതെല്ലാം ഓരോരോ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഘടന സൃഷ്ടിക്കുകയാണെങ്കിൽ അഥവാ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് വിളിക്കാം. ഈ ഒരു ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. ഏറ്റവും ടോപ്പ് ലെവൽ മാനേജിംഗ് ഡയറക്ടറെ കാണാം. തൊട്ട് താഴെ വിവിധ ഫംഗ്ഷൻസ് കൈകാര്യം ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ട്. ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ എന്നീ വിവിധ വകുപ്പ് മേധാവികളുണ്ട്. ദെൻ ഒരു ഉദാഹരണം താഴേക്ക് തന്നിരിക്കുന്നു. മാർക്കറ്റിംഗ് മാനേജറുടെ താഴെ അഡ്വർടൈസ്മെന്റ്, സെയിൽസ്, കസ്റ്റമർ സർവീസ്. ഇതുപോലെ പ്രൊഡക്ഷൻ മാനേജറുടെയും ഫിനാൻസ് മാനേജറുടെയും അക്കൗണ്ട്സ് മാനേജറുടെയും ഒക്കെ കീഴിൽ ഓരോരോ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് സൃഷ്ടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് പ്രധാനമായും ആ സെക്കൻഡ് ലെവലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെയാണ് ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റുകൾ സൃഷ്ടിച്ചിരിക്കുന്നു, ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഫങ്ഷണൽ സ്ട്രക്ചർ. ഇവിടെ പ്രാധാന്യം നൽകുന്നത് ഇതിനാണ്, ഫംഗ്ഷൻ ആണ് എന്ന കാര്യം ഓർക്കുക. ഈ ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ്: ഒന്നാമതായി സ്പെഷ്യലൈസേഷൻ ഈസ് പോസിബിൾ. വിശേഷവൽക്കരണം സാധ്യമാണ്. ഓരോരുത്തരും അവരവരുടെ ഫംഗ്ഷനിൽ എക്സ്പേർട്ടായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ട്, ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. വിവിധ വകുപ്പുകളുടെ ഏകോപനവും അതുപോലെ നിയന്ത്രണവും വളരെ എളുപ്പമാണ്. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. നാലാമതായി കോസ്റ്റ് റിഡക്ഷൻ, ചെലവ് ചുരുക്കാൻ സഹായിക്കുന്നു. ട്രെയിനിങ് ബിക്കംസ് ഈസിയർ. നമ്മുടെ എംപ്ലോയീസിനും മാനേജേഴ്സിനും ഒക്കെ ആവശ്യമായ പരിശീലനങ്ങൾ നൽകേണ്ടതുണ്ട്, അത് വളരെ എളുപ്പമാക്കുന്നു. ഡ്യൂ അറ്റൻഷൻ, ഓരോ വകുപ്പിനും അവയുടെ പ്രാധാന്യം അനുസരിച്ചുള്ള പരിഗണന നൽകാൻ നമുക്ക് സാധിക്കുന്നു. ഇതിനെല്ലാം ഇങ്ങനെ ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തേ മതിയാകൂ. ഏതൊരു സ്ഥാപനത്തിലായാലും, അത് ബിസിനസ് സ്ഥാപനമാവട്ടെ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവട്ടെ, അല്ല നമ്മുടെ വീട് അഥവാ കുടുംബമാവട്ടെ, ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആവട്ടെ, സ്കൂൾ ആവട്ടെ, സർക്കാർ ആവട്ടെ, അങ്ങനെ ഏതൊരു സ്ഥാപനമായാലും ഏതൊരു പ്രസ്ഥാനമായാലും അവിടെയെല്ലാം ഇതുപോലൊരു സ്ട്രക്ചർ, ഒന്നുകിൽ ഫങ്ഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചർ നമുക്ക് ആവശ്യമാണ് എന്ന കാര്യം ഓർക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ മുതിർന്ന ആളുകൾ, ഒന്നുകിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വേണമെങ്കിൽ ടോപ്പ് ലെവൽ, ദെൻ തൊട്ട് താഴെയുള്ള നമ്മുടെ പാരന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, മിഡിൽ ലെവൽ അല്ലെങ്കിൽ ഫങ്ഷണൽ മാനേജേഴ്സ്, അതിന് താഴെ നമ്മൾ മക്കൾ എല്ലാവരും ഓരോരോ ഡ്യൂട്ടീസ് ഏറ്റെടുക്കുന്ന ലോവർ ലെവൽ മാനേജേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നതാണ്. എങ്കിലും ഫങ്ഷണൽ സ്ട്രക്ചറിന് ചില പരിമിതികളുണ്ട്, ചില പോരായ്മകൾ. എന്തൊക്കെയാണ് ആ പരിമിതികൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ലെസ് ഇമ്പോർട്ടൻസ് ടു ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. വകുപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ചില സ്ഥാപനത്തിനോട് കൂറ് കാണിക്കണമെന്നില്ല, താല്പര്യം ഉണ്ടാവണമെന്നില്ല. പകരം അവരുടെ ഫംഗ്ഷൻ, അവരുടെ ഡിപ്പാർട്ട്മെന്റ് അതിനെ മാത്രം എക്സൽ ചെയ്യാനുള്ള, ബൂസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ചില മാനേജേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. ഉദാഹരണത്തിന് പർച്ചേസ് മാനേജർ വളരെ ഗംഭീരമായി ജോലി ചെയ്യുന്നു, അദ്ദേഹം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ താല്പര്യങ്ങളൊന്നും സംരക്ഷിക്കുന്നില്ല, അത് സ്ഥാപനത്തിന് ദോഷമായി വന്നേക്കാം. രണ്ട്, കോർഡിനേഷൻ പ്രോബ്ലം ഉണ്ടാകാം. ഒരേ തലത്തിലുള്ള മാനേജേഴ്സ് ആണ്, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, അതുപോലെ അക്കൗണ്ട്സ് മാനേജർ ഒക്കെ ഉണ്ടായേക്കാം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇവരെല്ലാം ഒരേ തലത്തിലുള്ളവരാണ്, ഒരേ യോഗ്യതയുള്ളവരാണ്, മിക്കവാറും ഒരേ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ ഏകോപനത്തിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കാനുള്ള ഒരു താല്പര്യക്കുറവ്, ധാരണക്കുറവൊക്കെ സംഭവിക്കാം. ദെൻ മൂന്ന്, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്ട്സ്. ഈ മുൻപ് പറഞ്ഞ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനുള്ള സാധ്യതയുണ്ട്, ആശയവിനിമയത്തിൽ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ. വൈവിധ്യവൽക്കരണം കൊണ്ട് മാനേജർമാരുടെ സമഗ്ര വികസനം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ പ്രയാസമുണ്ട്. കാരണം ഫിനാൻസ് മാനേജർ ഫിനാൻസ് മേഖലയിൽ മാത്രം, മാർക്കറ്റിംഗ് മാനേജർ ആ ഒരു മേഖലയിൽ മാത്രം, അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഹയർ ലെവൽ മാനേജർ ആവാനുള്ള ഒരു സാധ്യത തെളിയുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം.
ഇനി നമുക്ക് ഡിവിഷണൽ ഘടനയിലേക്ക് വരാം. ഡിവിഷണൽ സ്ട്രക്ചർ. It is suitable for large organizations having different products or having business in different areas. ഇത്തരം സ്ഥാപനങ്ങൾ വെരി ലാർജ് ഓർഗനൈസേഷൻസ് ആണ് ഇത്തരം ഒരു ഘടന അനുയോജ്യമാവാറുള്ളത് സാധാരണഗതിയിൽ. അപ്പോൾ ഇത് സ്യൂട്ടബിൾ ആവുന്നത് ലാർജ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് തന്നെ എങ്ങനെ വേണം, ഒന്നുകിൽ ഡിഫറെന്റ് പ്രോഡക്ട്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഹാവിംഗ് ബിസിനസ് ഇൻ ഡിഫറെന്റ് ഏരിയാസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ രാജ്യം മുഴുവൻ ബിസിനസ് ഉള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിന് എന്ത് ചെയ്യാം, ഒരു ഡിവിഷണൽ സ്ട്രക്ചർ ആയിരിക്കും കൂടുതൽ അനുയോജ്യമാകുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റേൺ റീജിയൻ, നോർത്തേൺ റീജിയൻ, സതേൺ റീജിയൻ എന്ന രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിന് താഴെ നോർത്തേൺ ഡിവിഷൻ, ഈസ്റ്റേൺ ഡിവിഷൻ, സതേൺ ഡിവിഷൻ, അതിന് താഴെയാണ് ഫംഗ്ഷൻസ് വരുന്നത്. ഏത് ഫംഗ്ഷണൽ മാനേജേഴ്സ് ആയ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവാം, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവാം, ഫിനാൻസ് മാനേജർ ഉണ്ടാവാം, അതെല്ലാം അതിന് താഴെയാണ് വരുന്നത്. അപ്പൊ സെക്കൻഡ് ലെവലിലാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന കാര്യം ഓർക്കുക. ഓക്കെ, ഡിവിഷണൽ സ്ട്രക്ചറിന്റെ ഒരു ഘടന നമുക്ക് ഈ ചാർട്ടിന്റെ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടാം. നേരത്തെ കണ്ടതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. മാനേജിംഗ് ഡയറക്ടർ ടോപ്പ് ലെവലിൽ വരുന്നു. സെക്കൻഡ് ലെവലിൽ വരുന്നത് ടെക്സ്റ്റൈൽ, അത് ഡിവിഷനാണ്. സിമെന്റ് മറ്റൊരു ഡിവിഷനാണ്. ഫുഡ് പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ABC എന്നൊരു സ്ഥാപനമാണെന്ന് സങ്കല്പിക്കുക. ഈ സ്ഥാപനത്തിന് 3 തരം പ്രോഡക്ട്സ് ഉണ്ട്. അതാണ് ടെക്സ്റ്റൈൽ, സിമെന്റ്, ഫുഡ് പ്രോഡക്ട്സ്. ഇനി അതിന് താഴെ നോക്കൂ, സിമെന്റ് എന്ന ഡിവിഷന്റെ താഴെ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ, ഫിനാൻസ്, സെയിൽസ് ഒക്കെ വന്നിരിക്കുന്നു. ഇതുപോലെ ടെക്സ്റ്റൈലിനും ഫുഡ് പ്രൊഡക്ഷനും ഒക്കെ ഉണ്ട് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇവിടെ ഫോക്കസ് നൽകിയിരിക്കുന്നത് ഫംഗ്ഷനേക്കാൾ കൂടുതൽ ഏതിനാണ്, ഓരോരോ പ്രോഡക്ട്സിനാണ്. ഇനി നേരത്തെ കണ്ട ചാർട്ടിൽ നിങ്ങൾ കണ്ടത് സതേൺ റീജിയൻ, നോർത്തേൺ റീജിയൻ എന്നൊക്കെ കണ്ടു. അവിടെ ഏരിയയ്ക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏരിയയ്ക്കോ അല്ല പ്രൊഡക്റ്റിനോ പ്രാധാന്യം നൽകിക്കൊണ്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ ബിസിനസ്സിനുള്ളതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡിവിഷണൽ സ്ട്രക്ചർ. ഇനി ഡിവിഷണൽ സ്ട്രക്ചറിന്റെ അഥവാ ഡിവിഷണൽ ഘടനയുടെ വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഈ ഘടനയുടെ പ്രത്യേകതകളല്ല, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ്. നമ്പർ 1 ഈസ് സ്കിൽ ഡെവലപ്മെന്റ്. പ്രത്യേകിച്ചും ഉൽപ്പന്നങ്ങളിലെ വിശേഷവൽക്കരണം, അതത് മേഖലകളിലുള്ള കഴിവുള്ള മാനേജർമാരെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു, അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ 2, ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉദാഹരണത്തിന് സിമെന്റ് ഡിവിഷന്റെ മാനേജർ, അദ്ദേഹത്തിന് ആ ഒരു ഡിവിഷനെ പ്രോഫിറ്റബിൾ ആക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഉണ്ട്. ദെൻ 3, ക്വിക്ക് ഡിസിഷൻസ്. കുറച്ച് ഓട്ടോണമസ് ആയിട്ടാണ്, അതായത് സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടറുടെ കൺട്രോൾ ഉണ്ടാകാം, എങ്കിൽ കൂടിയും അവരവരുടെ ഡിപ്പാർട്ട്മെന്റിലെ തീരുമാനങ്ങൾ അവരവർക്ക് എടുക്കാൻ സാധിക്കുന്നു. അതാണ് ക്വിക്ക് ഡിസിഷൻ എന്നുകൊണ്ട് സമഗ്രമായ തീരുമാനങ്ങൾ, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. 4, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അത് നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായം ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക. ഇതിന് ഡിസഡ്വാൻറ്റേജസ് കൂടി കാണാം. 1, കോൺഫ്ലിക്ട്സ് എമംഗ് ഡിവിഷൻസ്. നേരത്തെ പറഞ്ഞു ഫംഗ്ഷണൽ സ്ട്രക്ചർ ആയിരുന്നപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലാണ് കോൺഫ്ലിക്ട്സ്. എന്നാൽ ഇവിടെയോ ഡിഫറെന്റ് ഡിവിഷൻസ് തമ്മിൽ, ടെക്സ്റ്റൈൽ ഡിവിഷനും സിമെന്റ് ഡിവിഷനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം, ധാരണക്കുറവുകൾ ഉണ്ടാവാം. 2, ഇൻക്രീസ്ഡ് കോസ്റ്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, സെയിൽസ് മാനേജർ എന്നിങ്ങനെ ആവശ്യമായി വരും. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് കോസ്റ്റ് വളരെയധികം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ 3, ഇൻഡിപെൻഡന്റ് അതോറിറ്റീസ് ഹാംഫുൾ. ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു പവർ നൽകിയിട്ടുണ്ട് ഓരോ ഡിവിഷണൽ മാനേജേഴ്സിനും ഒരു പരിധി വരെ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ചിലപ്പോൾ സ്ഥാപനത്തിന് ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. ആ മാനേജർ വേണ്ടത്ര നല്ല രീതിയിൽ എഫിഷ്യന്റായി വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ അത് സ്ഥാപനത്തിന് ദോഷം ചെയ്യുമെന്ന കാര്യം ഓർക്കുക. ഇനി ഈ ഡിവിഷണൽ സ്ട്രക്ചറും അതുപോലെ ഫംഗ്ഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ, സ്പെഷ്യലൈസേഷന്റെ അടിസ്ഥാനത്തിൽ, റെസ്പോൺസിബിലിറ്റി, മാനേജീരിയൽ ഡെവലപ്മെന്റ്, കോസ്റ്റ്, കോർഡിനേഷൻ തുടങ്ങിയ ബേസിസിൽ അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടന്റിന് കൂടുതൽ പ്രാധാന്യം നൽകി സമയം നൽകി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് എത്താൻ സാധിക്കില്ല. എന്നതുകൊണ്ട് ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് സ്ലൈഡുകൾ നിങ്ങൾക്ക് കിട്ടും എന്ന കാര്യം ഓർക്കുക. ഓക്കെ, അടുത്തായി ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഈ 2 തരം ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. 1, ഫോർമൽ ഓർഗനൈസേഷൻ, 2, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസിംഗ് എന്ന ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 തരം സ്ഥാപനങ്ങൾ, 2 തരം പ്രസ്ഥാനങ്ങൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. വാട്ട് ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ? ദാറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ഫോർ വാട്ട്? ഇൻ ഓർഡർ ടു അറ്റൈൻ സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ഓർ പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ്. ലക്ഷ്യം നേടാൻ വേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് ബോധപൂർവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളെ, ഇപ്പൊ നമ്മളൊരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നു, ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സോ ഒരു ജ്വല്ലറി ബിസിനസ്സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറി എന്തുമാവട്ടെ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. ഹിയർ
ദ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി എക്സെട്ര വിൽ ബി സ്പെസിഫൈഡ്. കൃത്യമായി പറഞ്ഞിരിക്കും ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എന്ത്, അധികാരം എന്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും. Then every subordinate is expected to obey his superior in the formal chain of command. അപ്പോൾ ആ ചെയിൻ ഓഫ് കമാൻഡിൽ ആ ഒരു ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആ ചെയിൻ ഓഫ് കമാൻഡിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ ഉണ്ട്. അവർ കൃത്യമായി ഓരോ അപ്പർ ലെവലിലുള്ളവരെയും അനുസരിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ട്. എങ്കിൽ മാത്രമേ ആ ബിസിനസ് സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഔപചാരിക സംഘടനയാണ്. അത് നമ്മുടെ ബിസിനസ് സ്ഥാപനം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ച് കൂടി പറയാനുണ്ട്. അത് നമ്മുടെ സ്ഥാപനത്തിനകത്തുണ്ടാകുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന ചെറിയ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ട് നമുക്ക് പിന്നീട് വരാം. ഇപ്പോൾ ഫോർമൽ ഓർഗനൈസേഷന്റെ പ്രത്യേകതകൾ കാണുക. ഒന്നാമതായി സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. സുപ്പീരിയറുകാര്, സബോർഡിനേറ്റുകാര് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. റൂൾസ് ആൻഡ് പ്രൊസീജിയർ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഇത് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു, ബോധപൂർവം സൃഷ്ടിച്ചതാണ്. ദെൻ കോർഡിനേഷൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ, ഏകോപനം വളരെ ഈസിയാണ്. ഒരു മാനേജിംഗ് ഡയറക്ടർക്ക് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളെയും കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദെൻ എംഫസിസ് ഓൺ വർക്ക്. ഇവിടെ മനുഷ്യ വിഭവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന വർക്കിനാണ്, അഥവാ ജോബിനാണ്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എങ്കിൽ ഇതിന്റെ ഈ ഫോർമൽ ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. കൃത്യമായി ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്വങ്ങൾ നൽകാൻ സാധിക്കുന്നു, ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ദെൻ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കുന്നു. യൂണിറ്റി ഓഫ് കമാൻഡ് പോസിബിൾ ആണ്. നമ്മൾ ഹെൻറി ഫൈവലിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, യൂണിറ്റി ഓഫ് കമാൻഡ്. ദെൻ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ്, ലക്ഷ്യം നേടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. മറ്റൊന്ന് സ്റ്റെബിലിറ്റിയാണ്. സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്ഥിരതയുണ്ടാവുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ മിക്കവാറും ഒരേ രീതിയിൽ തന്നെയായിരിക്കും. അത് സ്റ്റേബിളായി നിലനിൽക്കാൻ സഹായിക്കുന്നു. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് കൂടി ഒന്ന് കാണാം. എന്തൊക്കെയാണ്? ഒന്ന് പ്രൊസീജിയറൽ ഡിലേസ്. അല്പം കാലതാമസം വരാനുള്ള, തീരുമാനമെടുക്കാൻ അല്പം കാലതാമസം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹയർ ലെവൽ ഓഫീസേഴ്സിന്റെ, മാനേജേഴ്സിന്റെ അനുവാദം ആവശ്യമായി വന്നേക്കാം. അതുപോലെ നോ ക്രിയേറ്റിവിറ്റി. ലോവർ ലെവൽ മാനേജേഴ്സിന് അഥവാ സെക്കൻഡ് ലൈൻ ലീഡേഴ്സിന് കാര്യമായ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെന്നില്ല. ഹയർ ലെവൽ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതിയാകും. മോർ എംഫസിസ് ഓൺ സ്ട്രക്ചർ ആൻഡ് വർക്ക്. അത് നേരത്തെയും സൂചിപ്പിച്ചതാണ്. ഘടനയ്ക്കും അതുപോലെ വർക്കിനുമാണ് പ്രാധാന്യം കൂടുതൽ നൽകുന്നത്, അല്ല ഹ്യൂമൻ റിലേഷൻഷിപ്പിനല്ല എന്ന കാര്യം ഓർക്കുക. ഇനി മറ്റൊരു തരം ഓർഗനൈസേഷൻ ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അതായത് അനൗപചാരിക സംഘടനകൾ. ദറ്റ് ഈസ് ഡെവലപ്ഡ് വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ സ്പോണ്ടേനിയസ്ലി. ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഓർക്കുക ആൻഡ് കോമൺ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യം ഈസ് കോൾഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിനകത്ത് നമ്മുടെ എംപ്ലോയീസിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, സോഷ്യൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ, സൗഹൃദം സ്ഥാപിക്കുന്നതിനൊക്കെ വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി എംപ്ലോയീസ് തന്നെ, അത് മാനേജേഴ്സ് ഉൾപ്പെടെ ഉള്ള എംപ്ലോയീസ് എല്ലാവരും ചേർന്നുകൊണ്ട് രൂപീകരിക്കുന്ന ചില സംഘടനകളെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ അഥവാ അനൗപചാരിക സംഘടനകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകതകൾ: പേഴ്സണൽ ഇന്ററാക്ഷൻ ഉണ്ടാവും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, എമർജിങ് സ്പോണ്ടേനിയസ്ലി തനിയെ ഉണ്ടാവുന്നതാണ്, നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ, കൃത്യമായ ഒരു ഘടനയൊന്നും ഇവിടെ ഇല്ല. അതുപോലെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇത്തരം സ്ഥാപനങ്ങളുടെ സ്പീഡി കമ്മ്യൂണിക്കേഷൻ, അവർക്ക് ആരോട് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സ്കെലർ ചെയ്യാനൊന്നും ഒരു പ്രശ്നമേ അല്ല. Then social needs and job satisfaction is there. Then supports from formal organizationന്റെ സപ്പോർട്ടും ഉണ്ട്. Then അതുപോലെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഡിസഡ്വാൻറ്റേജസ് കൂടി ഒന്ന് കാണുക. ഫാൾസ് ന്യൂസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡിലേ ഇൻ ഗ്രോത്ത് ഓഫ് ദ ബിസിനസ്, ഹാർംഫുൾ ടു ദ ഓർഗനൈസേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ചർച്ച ചെയ്ത് സമയം കളയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഡെലിഗേഷൻ എന്നത്. ഡെലിഗേഷൻ മീൻസ് അസൈനിങ് വർക്ക് ടു അതേഴ്സ് ആൻഡ് ഗിവിംഗ് ദം ദ അതോറിറ്റി ടു ഡു. തൊട്ട് താഴെയുള്ള സബോർഡിനേറ്റിന് അധികാരം വിഭജിച്ച് നൽകുന്നതിനെയും ആ കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള അധികാരം നമ്മളിൽ തന്നെ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഡെലിഗേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഡെലിഗേഷന്റെ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, മറ്റ് ഡെലിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മേഖലയിലേക്ക് തൽക്കാലം പോകുന്നില്ല. നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് വരാം. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ഏതാനും ചില ചോദ്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ബാക്കിയുള്ള പ്രത്യേകിച്ചും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് PDF രൂപത്തിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഈസ് നോൺ ആസ് റൂമേഴ്സ്. റൂമർ പരത്താൻ സാധ്യതയുള്ള സ്ഥാപനം ഇൻഫോർമൽ ആണോ, ഫോർമൽ ആണോ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആണോ, ഡിവിഷണൽ ഓർഗനൈസേഷൻ ആണോ? ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ട്. ദാറ്റ് ഈസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ദെൻ 2, നെയിം ദ ഫങ്ഷൻ
of management which examines the activities and resources required to implement the plan. Plan implement ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചോദ്യം ഇതാണ്, name the function of management which examines the activities and resources required to implement the plan. അല്ലെ, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഫോക്കസ് നൽകുന്നത്. ആ ഫംഗ്ഷന്റെ പേര് ഓർഗനൈസിങ് എന്നത് തന്നെയാണ്. Then മറ്റൊന്നാണ്, the process of organizing involves identifying and dividing the work into small and manageable activities and then grouping those activities which are similar in nature. നമ്മൾ നേരത്തെ ഒരു ടേം ചർച്ച ചെയ്തിരുന്നു. നോക്കൂ, വിവിധ ജോലികളെ കണ്ടെത്തി അതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വകുപ്പുകളായി തരംതിരിക്കുന്നു. വകുപ്പുകൾ ആ ടൈം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും. ദിസ് ഗ്രൂപ്പിംഗ് പ്രോസസ് ഈസ് കോൾഡ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. Then മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഡാഷ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് ദ ഡിസൈനിങ് ഓഫ് റോൾസ് ടു ബി ഫിൽഡ് ബൈ സ്യൂട്ടബിളി സ്കിൽഡ് പീപ്പിൾ. ഏത് ഫംഗ്ഷൻ ആണ് ഈ പറഞ്ഞ കാര്യം സ്കിൽഡ് പീപ്പിളിനെ ഫില്ല് ചെയ്തുകൊണ്ട് ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്? അത് ഓർഗനൈസിംഗ് ആണ്. ഓക്കെ, ദെൻ മറ്റൊന്നാണ് Okay, അടുത്തൊരു question. Dash is a process that initiates implementation of plans by clarifying jobs and working relationships and effectively developing resources for attainment of identified and desired results. ഏത് പ്രോസസ് ആണ് ഇത് ചെയ്യുന്നത്? നമുക്കറിയാം, there is nothing else. ഓർഗനൈസിംഗ് ആണ് എന്ന് നമുക്കറിയാം. അടുത്ത, ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ലൈൻസ് ഈസ് എ പാർട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ് ലൈൻസ്. പ്രോഡക്റ്റ് ലൈൻ എന്ന കാര്യത്തിന് ഫോക്കസ് നൽകുമ്പോൾ ഏതായിരിക്കും? ഡിവിഷണൽ ഓർഗനൈസേഷൻ ആയിരിക്കും എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻസ്, നമുക്ക് ആദ്യം പറഞ്ഞത് പ്രോഡക്റ്റ് ലൈൻസ് ആണ്, എന്നാൽ ഇവിടെ ഫംഗ്ഷൻസ് ആണ്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ദറ്റ് ഈസ് ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ, കാരണം ഫോക്കസ് നൽകിയത് ഫംഗ്ഷൻസിനാണ് എന്ന കാര്യം ഓർക്കുക. Then dash refers to the number of subordinates that can be effectively managed by a superior. ഒരു superiorക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരേ സമയം എത്ര സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാം എന്നതിന്റെ ടെക്നിക്കൽ ടേം എന്താണ്? That is span of management. Span of management. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Dash is an organizational design that groups similar or related jobs together. Organizational design that groups similar or related jobs together. ഒന്ന് ആലോചിക്കൂ, ഫംഗ്ഷണൽ ആണോ ഡിവിഷണൽ ആണോ? That is functional structure. Then under dash, a manager gains experience in all functions related to a particular product. ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു മാനേജർ എക്സ്പീരിയൻസ്ഡ് ആവുന്നത് ഏത് സ്ട്രക്ചറിലായിരിക്കും എന്നാണ് ചോദ്യം. അത് ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. ഈ ക്വസ്റ്റ്യനിൽ സംശയം വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഫംഗ്ഷൻ ആണോ പ്രാധാന്യം, അല്ല പ്രൊഡക്റ്റിനാണോ പ്രാധാന്യം? ഇത്തരം ചോദ്യങ്ങൾ 2-3 തവണ വായിച്ചു നോക്കി വേണം മനസ്സിലാക്കാൻ, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. Then a network of social relationship that arise spontaneously due to interaction at work is called. Spontaneously എന്ന ടേം കേട്ടല്ലോ, തനിയെ ഡെവലപ്പ് ചെയ്യുന്നത്. അത് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? That is option B, informal organization. Spontaneous ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. The form of organization known for giving rise to rumors. ഇത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. റൂമേഴ്സിന് സാധ്യതയുള്ളത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് എന്ന് നമുക്കറിയാം. Then to enable the smooth functioning of the enterprise, job description and rules and procedure related to work process have to be laid down. This is done through dash, that is formal organization, informal organization. ഏതിലാണ് ഇവിടെ കൃത്യമായി ജോബ് ഡിസ്ക്രിപ്ഷനും റൂൾസ് ആൻഡ് പ്രൊസീജിയറും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അത് നമുക്കറിയാവുന്ന തന്നെയാണ്. ഇൻഫോർമൽ ആവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇനിയും ഏതാനും ചില ചോദ്യങ്ങൾ കൂടി അവതരിപ്പിക്കേണ്ടതുണ്ട്. സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ചാപ്റ്ററായ സ്റ്റാഫിംഗിലേക്ക് പ്രവേശിക്കാം. ഈ ചാപ്റ്റർ ഓർഗനൈസിംഗുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങൾ, ഏകദേശം 40ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് PDF രൂപത്തിൽ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കും. ഈ സ്ലൈഡ് പ്രസന്റേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു കാര്യങ്ങൾ ഇതിൽ നിന്ന് നോക്കുക. പിന്നെ ഓൺലൈൻ റിസോഴ്സസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
CUET-യുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോവുക. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നടക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സ്റ്റാഫിംഗ് എന്ന ചാപ്റ്റർ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ലെറ്റ് us വെൽക്കം സുപ്രീത് സാർ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട കരിയർ ഗൈഡൻസ് സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേറ്റേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ സാറേ? കേൾക്കാം സാർ. ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേറ്റർ കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഓൺലൈൻ കോച്ചിങ് ആണ് നടക്കുന്നത്. അപ്പം സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ബിസിനസ് സ്റ്റാഫിംഗ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട സിലബസ് എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾ കൃത്യമായിട്ട് അത് പഠിച്ച് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞവരാണ് എങ്കിലും അതിന്റെ നമുക്ക് തന്നിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഈ എക്സാം സിലബസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാം സിലബസ് എന്ന് പറയുന്നത് മീനിങ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്, സ്റ്റാഫിംഗ് ആസ് പാർട്ട് ഓഫ് HRM, സ്റ്റെപ്സ് ഇൻ ദി സ്റ്റാഫിംഗ് പ്രോസസ്, റിക്രൂട്ട്മെന്റിന്റെ മീനിങ്, സോഴ്സ്, സെലക്ഷൻ, meaning and process, training and development, meaning and methods. ഇത്രയും ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റിലേക്ക് പോകുന്നതിന് പകരം ഏത് രീതിയിലാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് അത് ഓരോ ടോപ്പിക്കിന്റെ താഴെയായിട്ട് തന്നെ പറഞ്ഞു പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് refers to the hiring and developing the required personnel to fulfill various positions in the organization. ഒരു ഓർഗനൈസേഷനിലേക്കുള്ള ഹ്യൂമൻ ബീയിങ്സിനെ, ഹ്യൂമൻ റിസോഴ്സസിനെ അക്വയർ ചെയ്യുകയും ഹയർ ചെയ്യുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന് പറയുന്നുണ്ട്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്നുള്ള പ്രോസസ്സിലൂടെ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് സ്റ്റാഫിങ്ങിന്റെ അണ്ടറിൽ വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ മെയിൻ ആയിട്ട് നമ്മൾ ഈ സിലബസിൽ പഠിക്കുന്നത് റിക്രൂട്ട്മെന്റും സെലക്ഷനും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും എന്നുള്ള കാര്യമാണ്. യെസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റിലേക്ക് പോകുന്നതിന് പകരം ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് വരുന്നത്. കഴിഞ്ഞ കുറച്ച് CUET-യുടെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the function of attracting, acquiring, retaining and developing human resource in an organization is called planning, organizing, staffing, directing. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് സ്റ്റാഫിംഗിന്റെ മീനിങ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. the function of attracting, acquiring, retaining and developing human resource in an organization. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, മോഡൽ ചാൻസ് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം നമുക്കറിയാം. ഹ്യൂമൻ റിസോഴ്സിനെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യുകയും അക്വയർ ചെയ്യുകയും പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ്. Then second, need and importance of staffing. Next topic ആണ് need and importance of staffing. എന്താണ് സ്റ്റാഫിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. Discovering and obtaining competent personnel, higher performance by placing right person on right job, survival and growth by imparting proper training and development, optimum utilization of human resources, job satisfaction and morale of employees through various assessments. അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കുക. ദെൻ അതിൽ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അറ്റ് വാട്ട് ലെവൽ ഓഫ് മാനേജ്മെന്റ് സ്റ്റാഫിംഗ് ഇസ് നീഡഡ്. ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റിലാണ് സ്റ്റാഫിംഗ് ആവശ്യമായിട്ടുള്ളത്? ലെവൽ ഓഫ് മാനേജ്മെന്റ് നിങ്ങൾ മുമ്പിൽ പഠിച്ചിട്ടുണ്ടാവും. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, മിഡ് ലെവൽസ് ആണുള്ളത്. അപ്പൊ ഏത് ലെവലിലാണ്, അറ്റ് വാട്ട് ലെവൽ ഓഫ് മാനേജ്മെന്റ് സ്റ്റാഫിംഗ് ഇസ് നീഡഡ് എന്നുള്ള ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടോപ്പ് ലെവലിലും സ്റ്റാഫിംഗ് ഇസ് നീഡഡ് ആവശ്യമാണ്, മിഡിൽ ലെവലിൽ ആവശ്യമാണ്, ലോവർ ലെവലിൽ ആവശ്യമാണ്. ഉത്തരം വരിക അറ്റ് ഓൾ ലെവൽസ് എന്നുള്ളതാണ്. അറ്റ് ഓൾ ലെവൽസ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിംഗുമായി അല്ലെങ്കിൽ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട our assets walk out the door each evening. We have to make sure that they come back the next morning. അതായത്
നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ അസറ്റിനേക്കാളും ഉപരി ഒരു ഓർഗനൈസേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്. ആ എംപ്ലോയീസ് വൈകുന്നേരം ഓർഗനൈസേഷന് പുറത്തു പോകുന്നു, നാളെ അവർ വീണ്ടും ഇവിടേക്ക് വരുന്നു എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. ചോദ്യം എന്ത് അസറ്റിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ്. ചോദ്യം വിച്ച് അസറ്റ് ഈസ് മെൻഷൻ ഹിയർ, ഏത് അസറ്റിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്? എംപ്ലോയീസ് എന്നുള്ളതാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് HRM. ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ എക്സാം സിലബസിൽ CUET-യുടെ ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ HRM ആൻഡ് സ്റ്റാഫിംഗ്? HRM-ന്റെയും സ്റ്റാഫിംഗിന്റെയും റിലേഷൻഷിപ്പ് എന്താണ്, എന്ത് ബന്ധമാണ് HRM-ഉം സ്റ്റാഫിംഗും തമ്മിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ HRM-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് is the strategic approach to the effective and efficient management of people in a company, in an organization. ഒരു ഓർഗനൈസേഷനകത്തുള്ള ഹ്യൂമൻ റിസോഴ്സിനെ വളരെ സ്ട്രാറ്റജിക് അപ്രോച്ചോട് കൂടി ഇഫക്റ്റീവായിട്ടും എഫിഷ്യന്റ് ആയിട്ടും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു മാക്സിമൈസ് എംപ്ലോയി പെർഫോമൻസ് ഇൻ സർവീസ് ഓഫ് ആൻ എംപ്ലോയി സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. അതായത് എംപ്ലോയറിന്റെ ഒബ്ജക്റ്റീവിനനുസരിച്ച് എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് HRM-ന്റെ ഉദ്ദേശം. ദെൻ അപ്പോൾ നമ്മുടെ ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫിംഗ്? സ്റ്റാഫിങ്ങും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ളതാണ് വരാൻ സാധ്യതയുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ റിലേഷൻ ഇന്നതാണ്. അതായത് ഓർഗനൈസേഷൻ വളരെ സൈസ് കൂടുമ്പം, വലിയൊരു സൈസ് ഓർഗനൈസേഷൻ ആകുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസും കൂടുതലാവുകയും അതുകൊണ്ട് തന്നെ സ്റ്റാഫിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ നിൽക്കാതെ അവരെ മാനേജ് ചെയ്യാൻ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം ഉണ്ടാവുകയും അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്നുള്ള ഒരു പ്രത്യേക പോസ്റ്റ് കൂടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റും കൂടി ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായി വരുന്നു. അതായത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് HRM-ന്റെ ഒരു ഭാഗമാവുന്നു. HRM-ന്റെ ഒരു പാർട്ടാണ് സ്റ്റാഫിംഗ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. വിച്ച് എമംഗ് ദി ഫോളോവിംഗ് ഇസ് ട്രൂ? താഴെ പറയുന്നവയിൽ ഏതാണ് ട്രൂ, ഏതാണ് ശരി എന്നുള്ളതാണ്. വിച്ച് എമംഗ് ദി ഫോളോവിംഗ് ഇസ് ട്രൂ? HRM is bigger than staffing. Staffing is bigger than HRM. Both are equal. No relation between HRM and staffing. അതാണ് ക്വസ്റ്റ്യൻ. എന്താണ് താഴെ പറയുന്നത് ഏതാണ് ട്രൂ? HRM ആണ് വലുത്. HRM is bigger than staffing. Staffing is bigger than HRM. Both are equal. രണ്ടും ഒന്ന് തന്നെയാണ്. സ്റ്റാഫിംഗ് ഒന്ന് തന്നെയാണ്. സ്റ്റാഫിംഗ് HRM എന്ന വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ദേ ആർ സെയിം എന്നുള്ള ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ദേ ആർ നോട്ട് റിലേറ്റഡ്. HRM-ഉം സ്റ്റാഫിംഗും റിലേറ്റഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി. ആൻസർ ഞാൻ പറഞ്ഞു. സൈസ്, അതായത് ഇൻക്രീസ് നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ സൈസും ഓർഗനൈസേഷന്റെ സൈസും ഇൻക്രീസ് ആവുമ്പം നമ്മൾ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കുകയും അത് നമ്മൾ HRM എന്ന് പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ HRM-ന്റെ ഒരു പാർട്ടാണ് സ്റ്റാഫിംഗ്. സോ HRM is bigger than staffing. Then അടുത്ത പോയിന്റിലേക്ക് സ്റ്റാഫിംഗ് പ്രോസസ്. അടുത്ത പോയിന്റ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ്. എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്. ഇത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ പഠിക്കേണ്ട ഒരു സാധനമാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. വളരെ നല്ല ക്വസ്റ്റ്യൻ ഏരിയയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ് സ്റ്റാഫിംഗിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. തെറ്റാൻ പാടില്ല. നമുക്ക് കുറച്ച് കഴിയുമ്പം സെലക്ഷൻ പ്രോസസ്സും കൂടി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. സ്റ്റാഫിംഗിന്റെ പ്രോസസ്സും സെലക്ഷന്റെ പ്രോസസ്സും തമ്മിൽ ഒരു ഇന്റർചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. കൃത്യമായിട്ട് അത് സീക്വൻസ് ആയിട്ട് തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് തന്നെ പഠിക്കേണ്ട സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വളരെ ചുരുക്കിയ രീതിയിൽ എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്. എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് ആണ് ഓർഗനൈസേഷൻ ആവശ്യമുള്ളത് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തതിൽ അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തതിനു ശേഷം എവിടെയാണ് ഇവരുള്ളത് എന്നുള്ളത് സെർച്ച് ചെയ്യാൻ, സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സെർച്ചിങ് ഫോർ ദി prospective candidates to fill the various
വേക്കൻസീസ് ഇൻ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനകത്തുള്ള വേരിയസ് വേക്കൻസീസ് ഫിൽ ചെയ്യാനുള്ള ആൾക്കാർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയാണുള്ളത് എന്ന് സെർച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതിന് 2 തരം സോഴ്സസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ ജോബിലേക്ക് ഫില്ല് ചെയ്യുകയാണ്, സെലക്ട് ചെയ്യുകയാണ് സെലക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. ദെൻ പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ, സെലക്ട് ചെയ്തതിനു ശേഷം അവരെ കൃത്യമായിട്ടുള്ള ജോലിയിൽ പ്ലേസ് ചെയ്യുകയും ഓറിയന്റേഷൻ ചെയ്യുകയും ചെയ്യുന്നു. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് എന്താണ്, ഇൻട്രൊഡ്യൂസിങ് ദ എംപ്ലോയീസ് ടു ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനെ എംപ്ലോയീസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സ്റ്റെപ്പാണ് ഓറിയന്റേഷൻ. ദെൻ അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുക്കുന്നു, അവരുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നു. ദെൻ പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിങ്, ദെൻ കോമ്പൻസേഷൻ. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സ്റ്റെപ്പുകളാണ്. ഓരോ സ്റ്റെപ്പിലും വളരെ നല്ല ക്വസ്റ്റ്യൻ ഏരിയ ഉള്ളതാണ്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇൻട്രൊഡ്യൂസിങ് ദി എംപ്ലോയി ടു ദ ഓർഗനൈസേഷൻ ഇസ് കാൾഡ്, എന്താണ് പറയുന്നത്? പ്ലേസ്മെന്റ് ആണോ, ഓറിയന്റേഷൻ ആണോ, ട്രെയിനിങ് ആണോ, റിക്രൂട്ട്മെന്റ് ആണോ? ഇൻട്രൊഡ്യൂസിങ് എംപ്ലോയി ടു ദ ഓർഗനൈസേഷൻ ഇസ് കോൾഡ്. ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പറയുന്നു? ഉത്തരം പറഞ്ഞു, ഓറിയന്റേഷൻ ആണ്. പരിചയപ്പെടുത്തി കൊടുക്കുന്ന സ്റ്റെപ്പാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും പല മോഡൽ ക്വസ്റ്റ്യനിലും കണ്ടിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടിയാണ്. അറേഞ്ച് ദ ഫോളോവിങ് സ്റ്റേജസ് ഓഫ് സ്റ്റാഫിംഗ് ഇൻ കറക്റ്റ് സീക്വൻസ് ആൻഡ് ഇൻഡിക്കേറ്റ് ദ കോഡ് ഓഫ് കറക്റ്റ് സീക്വൻസ്. താഴെ ഇങ്ങനെ ഒരു കോഡ് തരികയും അതിൽ നമ്മളോട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറയുകയും ആ അറേഞ്ച് ചെയ്തത് ഏത് ഓപ്ഷൻ ആണ് എന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുറച്ചും കൂടി നമ്മൾ ലോജിക്കലായിട്ട് കൂടുതൽ ചിന്തിക്കേണ്ട, ഒരു ഡയറക്റ്റ് അല്ലാത്ത രീതിയിൽ കുറച്ചും കൂടി ലോജിക്കൽ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നോക്കിയാൽ ആ സ്റ്റെപ്പ് നമ്പർ, അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റെപ്പ് കൃത്യമായിട്ട് 1 by 1 ആയി തന്നെ പഠിക്കുക, എന്നാൽ മാത്രം ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയ പല ക്വസ്റ്റ്യൻസിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് എക്സാമ്പിൾ പറയുന്നതേ, അറേഞ്ച് ദ ഫോളോവിങ് സ്റ്റേജസ് ഓഫ് സ്റ്റാഫിംഗ് ഇൻ കറക്റ്റ് സീക്വൻസ്: പെർഫോമൻസ് അപ്രൈസൽ, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്കറിയാം, ആദ്യം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, ദെൻ സെലക്ഷൻ, ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ദെൻ പെർഫോമൻസ് അപ്രൈസൽ. അതിന്റെ ആൻസർ വരിക സി ആണ്. 2, 3, 4, 1. യെസ്, അത് സി ആണ് ആൻസർ വരിക. 2, 3, 4, 1. ദെൻ അതുമായി ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻക്ലൂഡ്സ്. എന്താണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ടാവുക? ജോബ് ടൈറ്റിൽ, ജോബ് റെസ്പോൺസിബിലിറ്റീസ്, അലവൻസസ്, ഓൾ ദി അബവ്. ഇതൊക്കെ പറയുന്നതാണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അത് സെലക്ഷൻ സ്റ്റെപ്പ് കൂടിയാണ്. നെക്സ്റ്റ്, which aspect of staffing is concerned with the upgradation of the knowledge and skill to employee? Which aspect of staffing is concerned with the upgradation of knowledge and skills to employee? എംപ്ലോയിയുടെ അറിവും അവരുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സ്റ്റാഫിങ്ങിന്റെ ആസ്പെക്ട് ഏതാണ്? പെർഫോമൻസ് അപ്രൈസൽ ആണോ, റിക്രൂട്ട്മെന്റ് ആണോ, സെലക്ഷൻ ആണോ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണോ? നമുക്കറിയാം, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നതാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റിനെ സെർച്ച് ചെയ്യലാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് സ്യൂട്ടബിൾ കാൻഡിഡേറ്റിനെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് തീരുമാനിക്കലാണ്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് development. Answer എന്ന് പറയുന്നത് training and development. Which aspect of staffing is concerned with the upgradation of the knowledge and skills to employee? Answer training and development. നെക്സ്റ്റ്, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്ന ടോപ്പിക് ആണ്, പക്ഷെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വിവിധ രീതികളിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം. ക്യൂൻ വെഡ്ഡിങ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇസ് എ ലീഡിംഗ് ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇറ്റ് റിക്വയർസ് 10 ഫോട്ടോഗ്രാഫേഴ്സ്. അവർക്ക് എന്ത് വേണം? 10 ഫോട്ടോഗ്രാഫേഴ്സിന് ആവശ്യമുണ്ട്. ആൻഡ് ദേ ഗീവ് അഡ്വർടൈസ്മെന്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. അവർ അതിനുമായി ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. വിച്ച് ആസ്പെക്ട് ഓഫ് സെലക്ഷൻ ഈസ് മെൻഷൻ ഹിയർ?
ഏത് സെലക്ഷന്റെ ഏത് ആസ്പെക്ടിനെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു സെർച്ചിങ് ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്, സെർച്ചിങ് ദ റിക്വയർഡ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്നുള്ള സ്റ്റെപ്പാണ്. സോ അപ്പൊ നമ്മൾ ഇതിന്റെ ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായി പഠിക്കുക. ഓരോ സ്റ്റെപ്പിന്റെയും മീനിങ്ങും അറിഞ്ഞു വെക്കുക, അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട്, ഇപ്പൊ നമ്മൾ വലിയൊരു പാരഗ്രാഫ് പോലെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ വായിക്കാതെ വിടുന്നതിന് പകരം വളരെ കൃത്യമായിട്ട് അത് വായിക്കുക. ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരിക്കും. നമ്മൾ തന്നെ അറിയാം, ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നു എന്നുള്ളതല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ ഇറ്റ് റിക്വയർസ് 10 ഫോട്ടോഗ്രാഫ് ദ ഗീവ് അഡ്വർടൈസ്മെന്റ് ന്യൂസ് പേപ്പർ, അഡ്വർടൈസ്മെന്റ് ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നു, ഫോട്ടോഗ്രാഫേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതാണ് നമ്മൾ കാൻഡിഡേറ്റിനെ സെർച്ച് ചെയ്യലാണ് അതിന്റെ മീനിങ്. റിക്രൂട്ട്മെന്റ് എന്നുള്ളത് നമുക്കറിയാം. യെസ്, നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. റിക്രൂട്ട്മെന്റും സെലക്ഷനും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും, അത് റിക്രൂട്ട്മെന്റ് എന്നുള്ളതാണ്. റിക്രൂട്ട്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഈ മീനിങ് അങ്ങനെ കൃത്യമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കി തന്നെ ആയിരിക്കാം, എന്നിരുന്നാലും ഈ എക്സാമിന് വേണ്ടിയിട്ടും അതൊന്ന് കൃത്യമായി നോക്കി വെക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ദെൻ അതിൽ വളരെ പ്രധാനപ്പെട്ടത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്തൊക്കെ സോഴ്സസ് ആണ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട്? റിക്രൂട്ട്മെന്റിൽ എവിടെയൊക്കെ നമുക്ക് ആൾക്കാരെ സെർച്ച് ചെയ്യാം എന്നുള്ളതാണ്. 2 സോഴ്സസ് ആണുള്ളത് മെയിൻ ആയിട്ട്, ഇന്റേണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. അതിൽ ഇന്റേണൽ സോഴ്സ് വളരെ പ്രധാനപ്പെട്ട 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ട്രാൻസ്ഫേഴ്സ് ആൻഡ് പ്രൊമോഷൻ. ട്രാൻസ്ഫറും പ്രൊമോഷനും. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റിൽ നിന്ന് വേറൊരു പോസ്റ്റിലേക്ക്, ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് അദ്ദേഹത്തിന് എംപ്ലോയിയെ ചേഞ്ച് ചെയ്യുന്നു. ഈ 2 പോസ്റ്റുകളും തമ്മിൽ ഡിഫറെന്റ് അല്ലെങ്കിൽ സിമിലാരിറ്റി എന്ന് പറയുന്നത് അവിടെ ജോബിന്റെ നേച്ചറിലോ അല്ലെങ്കിൽ അതിന്റെ അവരുടെ സാലറിയിലോ റെസ്പോൺസിബിലിറ്റിയിലോ ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് ടൈപ്പ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. പ്രൊമോഷനിലൂടെ നമ്മൾ ഒരു എംപ്ലോയിനെ ലോവർ സ്കെയിലിൽ നിന്നും ഹയർ സ്കെയിൽ ഉള്ള പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ലോവർ റെസ്പോൺസിബിലിറ്റികളിൽ നിന്നും ഹയർ റെസ്പോൺസിബിലിറ്റി ഉള്ളതിലേക്ക്, ലോവർ അതോറിറ്റികളിൽ നിന്നും ഹയർ അതോറിറ്റി ഉള്ള ഒരു പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതാണ് ഇന്റേണൽ സോഴ്സ്, രണ്ടാമത്തെ ഇന്റേണൽ സോഴ്സ് ആയ പ്രൊമോഷൻ. ദെൻ എക്സ്റ്റേണൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, കാഷ്വൽ കോളേഴ്സ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അഡ്വർടൈസ്മെന്റ് നമുക്ക് വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ദെൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലൂടെ നമുക്ക് സെലക്ട് ചെയ്യാം. ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകൾ അറിയാവുന്നതാണ്. റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്. റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് എംപ്ലോയീസിൽ നിന്നും അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യലാണ്, കൊണ്ടുവരികയാണ്. ദെൻ അഡ്വർടൈസിങ്, ടെലിവിഷനിൽ അത് വേറെ പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ദെൻ പ്ലേസ്മെന്റ് ഏജൻസീസുകളുണ്ട്, മാനേജ്മെന്റ് കൺസൾട്ടൻസീസ് ഉണ്ട്. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ചില നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ചില ഐറ്റംസ് തരികയും അതിൽ നിന്ന് 3 അഡ്വാൻറ്റേജ് ആയിരിക്കാം, 1 ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കാം. താഴെ പറയുന്നതിൽ നിന്ന് അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ് 1, 2, 3 അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ സോഴ്സ്. ദെൻ അതിൽ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സിന്റെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, എംപ്ലോയീസിക്ക് ലോയാലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. കാരണം അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കോസ്റ്റ് ലെസ്, മിനിമം കോസ്റ്റിൽ തന്നെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈഡ് പ്രോസസ് സിമ്പിൾ ആണ്. ടൈം സേവിങ്, ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള പോയിന്റ്സ്. ദെൻ ഡിമെറിറ്റ്സ്, ഫ്രഷ് ടാലന്റിനെ കിട്ടുന്നില്ല, ഫേവറിസം എൻകറേജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ലിമിറ്റഡ് സ്കോപ്പ് ആണ്. ലിമിറ്റഡ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എണ്ണം കുറവാണ്. എംപ്ലോയീസ് ഓർഗനൈസേഷൻ അകത്ത് തന്നെ എടുക്കുമ്പോൾ വലിയൊരു പുറത്തുള്ള വലിയൊരു ആൾക്കാരെ നമുക്ക് കിട്ടുന്നില്ല. റേസ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ external source of recruitment, it refers to the recruitment of candidate from outside the organization. Organizationന്റെ പുറത്തു നിന്നും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്താ പറയുക എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതിന്റെ നമ്മൾ വായിച്ചു തന്നെയാണ് പ്രാവശ്യം, വീണ്ടും വായിക്കുന്നില്ല. എക്സ്റ്റേണൽ സോഴ്സ്, ദെൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ്, കാഷ്വൽ കോളേഴ്സ്, അഡ്വർടൈസ്മെന്റ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് പേഴ്സണൽ കൺസൾട്ടന്റ്, campus interviews, recommendations of present employees, labor contractors, advertising on television, വെബ് പബ്ലിഷിംഗ്. ഇതൊക്കെ അറിയാം. വെബ് പബ്ലിഷിംഗ് ഇപ്പോൾ കുറേ വെബ്സൈറ്റ്സുകളുണ്ട്, അതിലൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. നൗകരി.com എന്ന് പറയുന്ന അതുപോലെയുള്ള പലതരത്തിലുള്ള
വെബ്സൈറ്റ്സുകൾ. ദെൻ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടി നോക്കണം. മെറിറ്റ്സ് ഫെയർ ആൻഡ് ഇംപാർഷ്യൽ, ട്രാൻസ്പെറൻസി ഉണ്ട്, ഫ്രഷ് ടാലന്റിനെ കിട്ടും, വലിയ സ്കോപ്പാണ്, ഓർഗനൈസേഷൻ ഗ്രോത്തിൽ സഹായിക്കുന്നു. ദെൻ എംപ്ലോയി ടേൺ ഓവർ കൂടാം. ദെൻ ടൈം കൺസ്യൂമിംഗ് ആണ്, ഹ്യൂജ് കോസ്റ്റ് ഉണ്ട്. എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ, പ്രസന്റ് എംപ്ലോയീസിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. പ്രസന്റ് എംപ്ലോയീസിന് ഇൻസെക്യൂരിറ്റി ആണ്, പ്രൊമോഷനൊന്നും ഇല്ലാത്തൊരവസ്ഥ. ദെൻ നെക്സ്റ്റ് നമ്മൾ വീണ്ടും പറയുന്നു, ക്വസ്റ്റ്യനിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദിസ് റിസൾട്ട്സ് ഇൻ ഹൈ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഹൈക്ക് ഇൻ സാലറി. ഇപ്പൊ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ താഴെ പറയുന്നവയിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ആൻസറുകൾ രണ്ടും ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചോദ്യം ഇതാണ്, ദിസ് റിസൾട്ട് ഇൻ ഹൈ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഹൈക്ക് ഇൻ സാലറി. കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും കൂടുതൽ സാലറിയും കിട്ടുന്നത് ഏതിലാണ്? ട്രാൻസ്ഫറിൽ നമ്മൾ പറഞ്ഞു അത് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല. ആൻസർ പ്രൊമോഷൻ ആണ്. ഡിമോഷൻ ഇപ്പൊ നമ്മൾ പഠിക്കാറില്ല, എന്നാലും ഓപ്ഷൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഡിമോഷൻ. പ്രൊമോഷൻ ആൻസർ എസ്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ്. ഒബ്ജക്റ്റീവില് വേറൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് തെറ്റ് എന്നുള്ള ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഞാൻ പറയുന്നു, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചു പോവുക. ചോദ്യം ഇതാണ്, താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്, തെറ്റായിട്ടുള്ളത് എന്താണ് എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ളത് എന്താണെന്നല്ല. ഇനിവേ പെട്ടെന്ന് നമ്മൾ ആൻസർ കറക്റ്റ് എന്ന് തോന്നുകയും നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നാമത്തെ ആൻസർ എഴുതിയാൽ മിസ്റ്റേക്ക് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. നന്നായിട്ട് ഇരുന്ന് വായിക്കുക. അത് ഇൻകറക്റ്റ് എന്നുള്ള ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഒന്ന്, ത്രൂ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എംപ്ലോയീസ് മേ ബിക്കം ലെഥാർജിക് ഇഫ് ദേ ആർ ഷുവർ ഓഫ് ടൈം ബൗണ്ട് പ്രൊമോഷൻ. അവർ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും കാരണം അവർക്ക് ടൈം ബൗണ്ട് പ്രൊമോഷൻ ഉണ്ട്. ശരിയാണ്, ഇന്റേണൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്റേണൽ സോഴ്സിൽ എംപ്ലോയീസിന് ടൈം ബൗണ്ട് പ്രൊമോഷൻസ് അവൈലബിൾ ആണ്. ടൈം ബൗണ്ട് തന്നെ കൃത്യമായ സമയങ്ങളിൽ. Then a new enterprise cannot use internal source. A new enterprise cannot use internal source of recruitment. അത് തെറ്റാണ്. A new enterprise cannot use, ശരിയാണ്. A new enterprise എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ എന്റർപ്രൈസിന് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. C, frequent transfers of employees improves the productivity of the organization. ഫ്രീക്വന്റ് ട്രാൻസ്ഫർ, തുടർച്ചയായി ട്രാൻസ്ഫർ ചെയ്യുന്നത് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് അവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം ഫ്രീക്വന്റ് ട്രാൻസ്ഫേഴ്സ് എന്ത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഒരു സ്പെഷ്യലൈസേഷൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ക്വസ്റ്റ്യൻ കൃത്യമായി നോക്കുക. ആൻസർ, frequent transfers of employees improve the productivity of the organization. Next question, the advantage of വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The advantage of using internal source for filling post. അതായത് എന്താണ് ഇന്റേണൽ സോഴ്സ്? താഴെ പറയുന്നവയിൽ അഡ്വാൻറ്റേജ് അങ്ങനെയായിരിക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്താണ് ഇന്റേണൽ സോഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ്? ഇൻഡ്യൂസസ് ഫ്രഷ് ബ്ലഡ്, നമുക്കറിയാം അത് തെറ്റാണ്, അതൊരു ഡീമെറിറ്റ് ആണ്. ദെൻ ഗീസ് വൈഡർ ചോയ്സ്, അത് നമ്മൾ പറഞ്ഞതാണ്. വൈഡർ ചോയ്സ് ഇല്ല, ലെസ് സ്കോപ്പ് ആണ് ഇന്റേണൽ സോഴ്സിന്. മോട്ടിവേറ്റിംഗ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, അത് ശരിയാണ്. അതായത് ഇന്റേണൽ സോഴ്സിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടുമെന്നുള്ള എന്തുണ്ടാവുന്ന ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എംപ്ലോയീസിന് ഉണ്ടാവുന്നു. സോ അത് ആൻസർ ശരി. ഉത്തരം സി ആണ്, മോട്ടിവേറ്റിംഗ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. യെസ്. ദെൻ ഇതുപോലെയുള്ള വേറൊരു തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, വിടുന്ന അല്ലെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കി പോകുന്ന ഒരു ടെൻഡൻസി പൊതുവെ കാണാറുണ്ട്. പക്ഷെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അസേർഷൻ, റീസൺ എന്ന് പറയുന്ന രണ്ട് കാര്യം. AR, അസേർഷൻ, റീസൺ. അസേർഷൻ അസേർഷൻ എന്ന് പറഞ്ഞ മീനിങ് ഇത്രയേ ഉള്ളൂ, ഒരു അവകാശവാദം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്, കുറച്ചും കൂടി ഫോഴ്സ്ഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി കോസ്റ്റ് ഓഫ് അഡ്വർടൈസിംഗ് ഫോർ ദി വേക്കൻസീസ്. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്നിവിടെ ഉദ്ദേശിച്ചത് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ആ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ ഫാക്ടറിക്ക് പുറത്തുള്ള ഒരു ഫാക്ടറി ഗേറ്റിൽ നമ്മൾ
നോട്ടീസ് ഒട്ടിക്കുകയും അവിടെ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡയറക്റ്റ് മെത്തേഡ്. അതിനാണ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് ഇൻഎക്സ്പെൻസീവ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് as it does not involve any cost of advertising for the vacancies. ശരിയാണ്, അഡ്വർടൈസിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് അസേർഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് അതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റീസൺ. ആ സ്റ്റേറ്റ്മെന്റിലെ റീസൺ പറയുന്നത് അണ്ടർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എ നോട്ടീസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി എന്റർപ്രൈസ് സ്പെസിഫൈങ് ഡീറ്റെയിൽസ് ഓഫ് ദി ജോബ്സ് അവൈലബിൾ. ഓക്കെ, വളരെ അതാണ് റീസൺ ആയിട്ട് പറയുന്നത്. ഒന്നാമത് പറയുന്നു, അസോസിയേഷനിൽ പറയുന്നു ഡയറക്റ്റ് മെത്തേഡ് ഇൻഎക്സ്പെൻസീവ് ആണ്, കാരണം എന്തില്ല, അഡ്വർടൈസിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് റീസൺ ആയിട്ട് താഴെ പറയുന്നത് അത് ഇൻഎക്സ്പെൻസീവ് ആവാൻ കാരണം എന്ന് പറയുന്നത് അണ്ടർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇത് മാത്രം ചെയ്താൽ മതി. എ നോട്ടീസ് ഈസ് പ്ലേസ്ഡ് ഓൺ ദി നോട്ടീസ് ബോർഡ് ഓഫ് ദി എന്റർപ്രൈസ് സ്പെസിഫൈങ് ദി ഡീറ്റെയിൽസ് ഓഫ് ദി ജോബ്സ് അവൈലബിൾ. ദെൻ അതിന്റെ ഓപ്ഷൻ വരിക എങ്ങനെയാണ്: ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയും ആറും ശരിയാണ്. ആറ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നതിന്റെ അസോസിയേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. എയും ആറും ട്രൂ ആണ്, പക്ഷെ എന്തല്ല, ആറ് എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ എ ട്രൂ ആണ്, ആർ ഫാൾസ് ആണ്. അഞ്ചാമത്തെ ഓപ്ഷൻ എ ഫാൾസ് ആണ്, ആർ ട്രൂ ആണ്. യെസ്, ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ വരാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കുക. ഒന്നാമത്തതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് റീസൺ ആണ് സെക്കൻഡ് എങ്കിൽ അത് ആൻസർ. ഇവിടെ കൃത്യമാണ്. ഒന്നാമത് ഇൻഎക്സ്പെൻസീവ് ആണ്. ഇൻഎക്സ്പെൻസീവ് ആകാൻ കാരണം അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ഒരു നോട്ടീസ് ബോർഡിൽ ഫിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ എ ആണ് വരിക. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദെൻ നെക്സ്റ്റ് അസേർഷൻ. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് സിംപ്ലിഫൈസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്. അതുപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, സമയം കുറച്ചും കൂടി കുറവായതുകൊണ്ട്. Just internal source recruitment simplifies the process of selection and placement. Internal recruitment സെലക്ഷനും പ്ലേസ്മെന്റിന്റെയും സമയം സിംപ്ലിഫൈ ചെയ്യുന്നു. ആ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്തു. നമുക്കറിയാം സെലക്ഷനും പ്ലേസ്മെന്റ് ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് നമ്മൾ ഇവിടെ തന്നെ എടുക്കുന്നു, ഓർഗനൈസേഷനകത്ത് എടുക്കുന്ന ഇന്റേണൽ റിക്രൂട്ട്മെന്റ്. റീസൺ പറയുന്നത് ഫില്ലിംഗ് വേക്കൻസീസ് ഇൻ ഹയർ ജോബ്സ് ഫ്രം വിത്തിൻ ദി ഓർഗനൈസേഷൻ മോട്ടിവേറ്റ് ദി എംപ്ലോയി ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ത്രൂ ലേണിംഗ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ് ഉത്തരം. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണ്, ബട്ട് ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. യെസ്, which among the following is a group of external source of recruitment? ഇതിൽ നിന്നും ഒരു ഗ്രൂപ്പ്, എക്സ്റ്റേണൽ സോഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഏതാണ്? നിങ്ങൾക്ക് അയച്ചിരുന്നുണ്ട് സ്ലൈഡ്, അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മതി കൃത്യമായിട്ട്. അപ്പൊ ആ ഗ്രൂപ്പിങ്ങും കൂടി, ഞാൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഏതൊക്കെ വരും, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെന്റ്, പ്രൊമോഷൻ, കാഷ്വൽ കോളേഴ്സ്. ആൻസർ വരിക അതിൽ അഡ്വർടൈസ്മെന്റ്, കാഷ്വൽ കോളേഴ്സ് ആൻഡ് ക്യാമ്പസ് ഇന്റർവ്യൂ ആണ് എക്സ്റ്റേണൽ സോഴ്സിന്റെ. ദെൻ next, it refers to the horizontal movement of employees in the organizational structure. It refers to horizontal movement of employees in an organizational structure. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ട്രാൻസ്ഫറും പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ട്രാൻസ്ഫറിൽ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്, പ്രൊമോഷനിൽ വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ്. അതായത് വളരെ പാരലായിട്ട് പോകുന്നതാണ് ട്രാൻസ്ഫർ, കുത്തനെ പോകുന്നതാണ് പ്രൊമോഷൻ. ട്രാൻസ്ഫേഴ്സ് ആണ് അത്. ദെൻ സെലക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയിനെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത് തന്നെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതൊരു നെഗറ്റീവ് പ്രോസസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് പ്രോസസ് ആണ്, സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നത്. കാരണം മോർ കാൻഡിഡേറ്റ്സ് ആർ റിജക്റ്റഡ് ഇൻ സെലക്ഷൻ പ്രോസസ്. ഇതിന്റെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആ ഫോളോ ചെയ്ത് തന്നെ പ്രിലിമിനറീസ്, അതും ഇത് നേരത്തെ പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്യാൻ വരാൻ സാധ്യതയുണ്ട്. ഓരോന്നിന്റെയും മീനിങ് കൃത്യമായി പഠിച്ചു വെക്കുക. Preliminary screening, selection test, interview, checking references, selection decision, medical examination, job offer, contract of employment. Okay, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്റർവ്യൂ ഡിസ്കസ് ചെയ്യുന്നില്ല കൃത്യമായിട്ടും. Then question, it is the process of examining the applicant which ensure only most appropriate person have been appointed. Okay, നമുക്ക് സെലക്ഷൻ എന്നുള്ള സ്റ്റെപ്പാണ്. അതുകൊണ്ട് എല്ലാത്തിന്റെയും മീനിങ്, ആ സ്റ്റെപ്പുകളും ആ സ്റ്റെപ്പ് ഓരോന്നിന്റെയും മീനിങ് കൃത്യമായി പഠിച്ചെടുക്കുക. ദെൻ വിച്ച് among the following is true? അതറിയാം, റിക്രൂട്ട്മെന്റ് ഈസ് പോസിറ്റീവ് ആൻഡ് സെലക്ഷൻ ഈസ് നെഗറ്റീവ് പ്രോസസ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെയ്യാൻ പഠിക്കുക. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് സെലക്ഷൻ help the manager to eliminate unqualified or unfit job seekers based on the information supplied in the application form? ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രിലിമിനറി സ്ക്രീനിങ്. അതായത് അൺഫിറ്റ് ആയിട്ടുള്ള അൺക്വാളിഫൈഡ് ആൾക്കാരെ ആദ്യം ഒരു പ്രാഥമിക സ്ക്രീനിങ്ങിൽ തന്നെ ഒഴിവാക്കുന്നതിനെയാണ് പ്രിലിമിനറി സ്ക്രീനിങ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് സെലക്ഷന്റെ. അതായിരുന്നു ക്വസ്റ്റ്യൻ. അതുകൊണ്ട്
കൃത്യമായിട്ട് ഓരോന്നിനും ഇതിന്റെ മീനിങ് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ടെസ്റ്റ് ടു എല്ലാ ടെസ്റ്റുകളും ഓക്കെ, ഇന്റലിജൻസ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇത്രയും തരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട്. ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നതാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇമോഷൻസ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് IQ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഏരിയ ഏതൊക്കെയുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ടെസ്റ്റ് മെഷർ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കിൽ, അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. Then the last step in the selection process, തന്നിരിക്കുന്നതിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. Then selection decision, medical examination, job offer, contract of employment. Yes, ഇപ്പം നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് രണ്ട് രീതിയിലുള്ള ഓൺ ദ ജോബ് മെത്തേഡ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഉണ്ട്, എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. Then ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. The quality of production not as per the standard. On investigation, it is observed that most of the workers were not fully aware of the proper operation of machinery. What could be the way to improve the accuracy? അപ്പോൾ ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടത്, നോളജ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ആൻസർ ട്രെയിനിങ് എന്നുള്ളതാണ്. അതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ട സ്ലൈഡ് നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് ഡയറക്റ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് അത് ഡീൽ ചെയ്യുന്നത് സന്ദീപ് സാറാണ്. സന്ദീപ് സാറിന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, താങ്ക് യു സർ. മിനി മാഡം സോജി സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് കോ ഹോസ്റ്റ് ചെയ്യണേ. സാർ കോ ഹോസ്റ്റ് ആണ് കേട്ടോ സാർ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ 2 സെഷനിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അവർക്ക് നമസ്കാരം. കഴിഞ്ഞ 2 സെഷനിൽ ആദ്യത്തെ സെഷൻ അജിത് ഗാന്ധി സാറാണ് ഡീൽ ചെയ്തത്. ഓർഗനൈസിംഗ് എന്ന ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് സാറ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ കഴിഞ്ഞ സെഷൻ സുപ്രീത് സാറ് സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളോട് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഈ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ സമയം കളയാനില്ല, നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. സ്ക്രീൻ കാണാലോ? കാണാം സാർ, കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡയറക്റ്റിംഗ് എന്ന ചാപ്റ്റർ ആണ്. ഡയറക്റ്റിംഗ് നമുക്കറിയാം, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ, ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഡയറക്റ്റിംഗ്. Directing is known as management in action. It means instructing, guiding, inspiring, and motivating the employees in an organization to achieve the organizational objectives. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സ് ആണ്. അപ്പോൾ വളരെ സ്പീഡിൽ നമ്മൾ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകുന്നു, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങളുടെ CUT-യുടെ സിലബസിനകത്ത് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിനകത്ത് റാഷണലൈസ് ചെയ്ത്, അതായത് ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ ഒക്കെ നമ്മുടെ +2 പരീക്ഷയ്ക്ക് ഇല്ലായിരുന്നു. ഡിലീറ്റഡ് പോർഷൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയ ചില പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടെ ഇന്നത്തെ സിലബസിനകത്ത് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനകത്തുള്ള അടുത്ത ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. പ്രധാനമായിട്ടും 4 എലമെന്റുകളാണുള്ളത്: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. Here I am not at all discussing in detail. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ആ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തേത് സൂപ്പർവിഷൻ ആണ്. സൂപ്പർവിഷൻ മീൻസ് ഇന്റലിജന്റ് ഓവർസീയിങ് ഓഫ് ഇൻഡിവിജ്വൽസ് അറ്റ് വർക്ക് ഈസ് കോൾഡ് സൂപ്പർവിഷൻ. അതുപോലെ the person who perform the supervision is called a supervisor. And you can see the functions of supervisor in the screen. A supervisor maintains day-to-day contact. He acts as a link between workers and management. He tries to maintain group unity. He ensures the performance of work. He gives training to the workers. He motivates the workers and he collects the feedback. These are the functions of a supervisor. ബാക്കിയൊക്കെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ഒക്കെ അതിനകത്തുണ്ട്. ആ നോട്ട്സ് ഒക്കെ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യും. ഇപ്പൊ ഞാൻ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, അത് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. The second element is motivation. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, മോട്ടിവേഷൻ ഈസ് എ psychological phenomenon. The term motivation is derived from motive. Motive means the needs or wants or impulses or desires or drives of an individual is called a motive. Motivation means
കറണ്ട് പോയിരിക്കുകയാണ്. ഞാൻ വീഡിയോ ജസ്റ്റ് നോട്ട് ചെയ്യുന്നുണ്ട്. Motivation means inducing or stimulating people for better performance by satisfying their needs or wants. എന്നതാണ് മോട്ടിവേഷന്റെ മീനിങ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ ആണ്. Motivation is an internal feeling. Motivation produces goal-oriented behavior. Motivation can be positive or negative. ഈ ഫീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫീച്ചേഴ്സിന്റെ ബേസിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിളിനകത്ത് ഈ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് ഐഡന്റിഫൈ ദ ഫീച്ചർ മെൻഷൻഡ് ഇൻ ദ അബവ് കേസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ടാണ് ടോപ്പ് ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. മോട്ടിവേഷൻ ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആണ്. ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ് ഓഫ് മോട്ടിവേഷൻ. Motivation helps to improve the performance of employees. It helps to develop a positive attitude. It reduces the employee turnover. Employees company resign ചെയ്ത് പോകുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. It helps to reduce employee absenteeism. It helps to overcome resistance to change. Or helps to overcome resistance to change എന്ന് പറയുന്ന ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുപാട് കേസുകൾ, അതായത് കേസ് സ്റ്റഡി മെത്തേഡിൽ ഒരുപാട് കേസുകളിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ എബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. Abraham Maslow's need hierarchy theory. Abraham Maslow was a US psychologist. He is known as the father of management psychology. He developed a number of contributions, and the need hierarchy theory is the most important contribution of Abraham Maslow. His theory is based on 3 assumptions. Human needs can be, the needs are behind the actions of every individual. A fully satisfied need cannot influence the behavior. And human needs can be classified into 5. ഈ കാണുന്നതാണ് 5 നീഡ്സ് വരുന്നത്. The first one is physiological need, second one is safety need, third one is social need, fourth one is esteem need, and the last one is self-actualization need. If you evaluate this picture carefully, you will get an idea regarding what is the theory. Basic physiological need, the individual example ഇവിടെ കാണാം. ഹങ്കർ, അത് ഒരു ബിസിനസ്സിനകത്ത് എങ്ങനെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ബേസിക് സാലറി ഹെൽപ്സ് ടു ഫുൾഫിൽ ഫിസിയോളജിക്കൽ നീഡ്. അപ്പൊ ഇതിന്റെ ബേസിലൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാം. ഒരു കമ്പനി ബേസിക് സാലറിയിൽ, അതായത് സാലറി ഇൻക്രിമെന്റ് നൽകി, അത് ഏത് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു? അപ്പൊ ബേസിക് ഫിസിയോളജിക്കൽ നീഡാണ്. ഇനി സെക്യൂരിറ്റി നീഡിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം വരുന്നു. അതിന് പെൻഷൻ പ്ലാൻ കമ്പനിയിൽ സഹായിക്കുന്നു. അഫിലിയേഷൻ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ നീഡാണ്. Man is a social being. He needs to be accepted by various social groups, and cordial relation with the colleagues helps to fulfill the affiliation need or social need. The fourth one is esteem need. Job title, that is status. അവിടെ esteem ആണ്, ഞാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നു. ജോബ് ടൈറ്റിൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുക, പ്രൊമോഷൻ കൊടുക്കുക, അതൊക്കെ esteem need ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the topmost need of an individual is called self-actualization need. The need to become everything one is capable of becoming is called self-actualization need. Okay. ഇനി അതുമായിട്ട് അത്രയും ആ ഡിസ്കഷൻ അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ആ മോട്ടിവേഷനിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. In order to satisfy the needs and to motivate the employee, managers offer various incentives. Incentives means all measures which are taken to motivate employees to improve the performance. അതായത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി യൂസ് ചെയ്യുന്ന എല്ലാ മെഷേഴ്സിനെയും, സാലറി ആവാം, പ്രൊമോഷൻ ആവാം, ഏത് ടെക് ടൂൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസെന്റീവ് എന്ന്. അപ്പൊ ഒരു ട്രോഫി കൊടുക്കാം, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം, ഒരു സുപ്പീരിയർ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസെന്റീവ് ആണ്. ഇൻസെന്റീവ്സ് 2 ടൈപ്പ് ആണ്, ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്, നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്. സ്ക്രീനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളത്. പേ ആൻഡ് അലവൻസ്, പ്രൊഡക്ടിവിറ്റി ലിങ്ക് വേജ് ഇൻസെന്റീവ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്. നോൺ ഫൈനാൻഷ്യൽ വരുന്നത് പൈസ അല്ല, ഇവിടെ സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, കരിയർ അഡ്വാൻസ്മെന്റ്, ജോബ് എൻറിച്ച്മെന്റ്, എംപ്ലോയി റെക്കഗ്നിഷൻ, ജോബ് സെക്യൂരിറ്റി, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, എംപ്ലോയി empowerment. These are the non-financial incentive. And the third one is leadership. Leadership എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the ability to influence the subordinates is called leadership. ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വളരെ കൃത്യമായിട്ട് ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. കാരണം കുറെ ഫീച്ചേഴ്സ് തന്നിട്ട് ഇതിൽ ഏതാണ് ലീഡർഷിപ്പിന്റെ ഫീച്ചർ അല്ലാത്തത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഇപ്പൊ ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് ആണ്. ലീഡർഷിപ്പിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നതാണ്. ഈ 5 പോയിന്റുകൾ, പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, ഞാൻ പറയുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം +2 പരീക്ഷയിൽ ഇത് സ്കിപ്പ് ചെയ്തതാണ്, പഠിക്കാനില്ലായിരുന്നു. ട്രാൻസ്ലേഷന്റെ ഭാഗമായിട്ട്
ഇല്ലാത്ത ഒരു ടോപ്പിക് ആയിരുന്നു ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഇൻ ഓർഡർ ടു ബിക്കം എ ഗുഡ് ലീഡർ വൺ ഷുഡ് പൊസസ് സം ക്വാളിറ്റീസ്. അത് ഒരു 8, 9, 10 ക്വാളിറ്റികൾ ആവശ്യമാണ്. വളരെ എളുപ്പമാണ്. ഫിസിക്കൽ ഫീച്ചർ ഉണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം, ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, ഇനീഷ്യേറ്റീവ് ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മോട്ടിവേഷൻ സ്കിൽ, സെൽഫ് കോൺഫിഡൻസ്, സോഷ്യൽ സ്കിൽ, എംപതി. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് എംപതി. ആ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വെരി ഈസി ടോപ്പിക് ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്, ഒപ്പീനിയൻസ് ആൻഡ് ഇമോഷൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ടു ക്രിയേറ്റ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, ഈ ഒരു പിക്ചർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ പബ്ലിക് എക്സാമിനും ഈ ഒരു പിക്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് സെൻഡർ, ദ സെക്കൻഡ് എലമെന്റ് ഈസ് മെസ്സേജ്, ദ തേർഡ് വൺ ഈസ് എൻകോഡിംഗ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡർ എന്ത് ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെസ്സേജിനെ ഒരു കോഡാക്കി മാറ്റുന്നു, അതാണ് എൻകോഡിംഗ്. മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പാത്ത് ഓർ വേ ത്രൂ വിച്ച് ദ മെസ്സേജ് ഇസ് പാസ്ഡ് ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ ഇസ് കോൾഡ് മീഡിയ. Decoding means it is performed by receiver. After getting the message, he will decode what is sent by the sender. Sender എന്താണോ വെച്ചാൽ അത് ഡീകോഡ് ചെയ്തെടുക്കണം, എന്നിട്ട് റിസീവറിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ഒരു എലമെന്റ് ആണ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ റിപ്ലൈ ഓർ റിയാക്ഷൻ ഫ്രം ദ പാർട്ട് ഓഫ് റിസീവർ as a result of communication is called feedback. And one more element is this, that is noise. Any external disturbance is called noise. Sir, ഞാൻ കേൾക്കാലോ, ക്ലിയർ ആണല്ലോ സർ? അതെ സർ, അതെ. അപ്പോൾ ഈ ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ അഡ്വാൻറ്റേജ്, ഫീച്ചേഴ്സ്, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് നിങ്ങൾ ക്ലിയർ ആക്കുക. ഏത് പാറ്റേണിൽ കൂടിയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ മെസ്സേജ് പാസ് ചെയ്യുന്നത്, ആ പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന്. അവിടെ കുറെ നെറ്റ്വർക്ക്സ് പഠിക്കാനുണ്ട്. സിംഗിൾ ചെയിൻ പാറ്റേൺ, വീൽ പാറ്റേൺ. വീൽ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പിക്ചർ, ഇതാണ് വീൽ പാറ്റേൺ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഇവിടെ all subordinates under one superior communicate through him only as he act as a hub of the wheel. ഈ superior through മാത്രമേ കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ, അതാണ് വീൽ പാറ്റേൺ. അത് കഴിഞ്ഞുള്ളത് സർക്കുലർ പാറ്റേൺ ആണ്. സർക്കുലർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് എ സർക്കിൾ, എ പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടു അഡ്ജോയിനിങ് പേഴ്സൺസ്. ഒരാൾക്ക് തൊട്ടടുത്തുള്ള രണ്ടാൾക്കാരോട് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ചെയ്യുന്നതാണ് സർക്കുലർ പാറ്റേൺ. ആൻഡ് ഫോർത്ത് one is free flow pattern. Free flow pattern എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, anyone can communicate with anyone in the group. Last one is inverted V pattern. Inverted V patternൽ എന്താണ്, സബോർഡിനേറ്റ്സിന് ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോടും അതുപോലെ സുപ്പീരിയറിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ അത് ഇൻവേർട്ടഡ് V പാറ്റേൺ ആണ്. രണ്ടാമത്തെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഒന്ന് മനസ്സിലാക്കണം. ഇവിടെയും സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക്, കോസിപ്പ് നെറ്റ്വർക്ക്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക്, ക്ലസ്റ്റർ നെറ്റ്വർക്ക്, ഇത്രയും കാര്യങ്ങൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പാറ്റേണുകളാണ്. പിന്നീടുള്ളത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ പോയിന്റ്സ് മാത്രമേ ഇവിടെ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുള്ളൂ. ദ ഫസ്റ്റ് വൺ ഈസ് സെമാന്റിക് ബാരിയർ. സെമാന്റിക് ബാരിയറിനകത്ത് വരുന്ന പോയിന്റ്സ് ക്ലിയർ ചെയ്യുക. ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ്, സിമ്പിൾസ്, ഇത് ഒരു ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബാരിയേഴ്സ് ആണ് സെമാന്റിക് ബാരിയർ. സിമ്പിൾസ് വിത്ത് ഡിഫറെന്റ് മീനിങ്, faulty translation, technical jargon. Technical words കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ വളരെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. ടെക്നിക്കൽ ജാർഗൺ. ഇനി സൈക്കോളജിക്കൽ ബാരിയർ, സൈക്കോളജിക്കൽ ഇഷ്യൂസ്, സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ അഫക്ട് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ വരുന്നത് പ്രിമാച്ചർ ഇവാലുവേഷൻ, ലാക്ക് ഓഫ് അറ്റൻഷൻ, ഡിസ്ട്രസ്റ്റ്, പുവർ റിറ്റൻഷൻ. ഓർഗനൈസേഷണൽ ബാരിയർ, ഒരു കമ്പനിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബാരിയേഴ്സ്. അവിടെ വരുന്ന 4 പോയിന്റ്സും സ്ക്രീനിൽ കാണാം. പേഴ്സണൽ ബാരിയർ, പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഈ കാര്യങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട തിയറിയാണ്. എല്ലാ തിയറികളും ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല, കാരണം ഒരു 15 മിനിറ്റ് തിയറിയും ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസും, ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് നോക്കാം. The board of directors of a company has made some guidelines and policies for the workers and want to communicate these to the workers. Who would be the best communicator in this regard? അങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചില ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഗൈഡ് ലൈൻസ് വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഹൂ വുഡ് ബി ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ ഇൻ ദിസ് റിഗാർഡ്? ഈ കാര്യങ്ങൾ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ആൾ ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജർ,
സൂപ്പർവൈസർ, ക്ലർക്ക്. യൂട്യൂബിൽ കാണുന്ന കുട്ടികൾക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഏതാണ് ഇതിന്റെ ആൻസർ വരുന്നത്? എംപ്ലോയീസുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ടോപ്പ് ലെവലാണ്. മാനേജർ മിഡിൽ ലെവൽ ആയിരിക്കും. സൂപ്പർവൈസർ ലോവർ ലെവലാണ്. അപ്പൊ സൂപ്പർവൈസർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സൂപ്പർവൈസർ മെയിൻറ്റെയിൻ direct relation with the worker. So the answer is supervisor. Okay, next one. Suraj works as manager in Ignite Limited. He has been given the Best Employee Award. The reason for such award is that he has been able to integrate group effort and has been able to get maximum out of his subordinates by attaining the willing cooperation. His qualities like initiative, self-confidence, and social skill has developed him to achieve the achievement of the objectives of the organization. What function is performed effectively by Suraj? Suraj, മനസ്സിലാക്കുക, സുരാജ് ഒരു കമ്പനിയുടെ ഒരു ബെസ്റ്റ് എംപ്ലോയി അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ്. അദ്ദേഹത്തിന് അത് കൊടുക്കാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം ചെയ്ത ഫംഗ്ഷൻ ഏതാണ്? പ്ലാനിംഗ് ആണോ, ഓർഗനൈസിംഗ് ആണോ, സ്റ്റാഫിംഗ് ആണോ, ഡയറക്റ്റിംഗ് ആണോ? വളരെ ക്ലിയർ ആണ്. ദ ആൻസർ ഈസ് the fourth one, that is directing. Directing എന്ന ഫംഗ്ഷൻ ആണ് സുരാജ് അവിടെ പെർഫോം ചെയ്തത്. അടുത്ത നോക്കാം. Workers are always unwilling to take up any extra work. Due to rise in demand, a firm wants them to cooperate. The supervisor is finding it difficult to cope up with the situation. Identify the element of directing suitable in the above situation. അതായത് വർക്കേഴ്സ് എപ്പോഴും എക്സ്ട്രാ വർക്ക് എടുക്കാൻ അവർ റെഡിയല്ല. പക്ഷേ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഭയങ്കര ഡിമാൻഡായി, അതുകൊണ്ട് നിർബന്ധമായി തീർന്നു, ഒരു ഫോഴ്സ് ആയി തീർന്നു, നമുക്കത് നിർബന്ധമായി തീർന്നു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെങ്ങനെ ചെയ്യാം, ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം എന്നതാണ് ചോദ്യം. ഏതാണ്? സൂപ്പർവിഷൻ ആണോ, മോട്ടിവേഷൻ ആണോ, ലീഡർഷിപ്പ് ആണോ, കമ്മ്യൂണിക്കേഷൻ ആണോ? നേരത്തെ സുപ്രീം സാർ പറഞ്ഞു, ഈ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ശരിയാണെന്ന് തോന്നാം, പക്ഷേ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ ബെസ്റ്റ് വൺ ആയിരിക്കണം, അതാണ് ആൻസർ, അതിനാണ് മാർക്ക് കിട്ടുക. അപ്പോ ചില കുട്ടികൾ ലീഡർഷിപ്പ് ആയി നമുക്ക് ചെയ്യാമെന്ന് തോന്നിയേക്കാം, പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ, ത്രൂ പ്രോപ്പർ മോട്ടിവേഷൻ വി ക്യാൻ ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് മോട്ടിവേഷൻ. കമ്മ്യൂണിക്കേഷൻ അല്ലേ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആണ്, പക്ഷെ കറക്റ്റ് ആൻസർ മോട്ടിവേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് മീൻസ് അക്നോളജ്മെന്റ് വിത്ത് എ ഷോ ഓഫ് അപ്രീസിയേഷൻ. ഡാഷ് മീൻസ് നമ്മൾ ടൈപ്സ് ഓഫ് ഇൻസെന്റീവ്സിൽ പറഞ്ഞ കാര്യമാണ്. ഡാഷ് മീൻസ് അക്നോളജ്മെന്റ് വിത്ത് എ ഷോ ഓഫ് അപ്രീസിയേഷൻ. അക്നോളജ്മെന്റ് വിത്ത് എ ഷോ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്നതിൽ ഏതാണ്? ജോബ് എൻറിച്ച്മെന്റ് ആണോ, ജോബ് സെക്യൂരിറ്റി ആണോ, എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം ആണോ, കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണോ? എന്താണ് ഷോ ഓഫ് അപ്രീസിയേഷൻ? അതായത് ഇൻസെന്റീവ് കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം. ദ ആൻസർ ഈസ് എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം. നെക്സ്റ്റ് വൺ. ഇതും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോർ ദ ഫോളോയിങ് ടു സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം, പരീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തരും. ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഓൾട്ടർനേറ്റീവ്സ് താഴെ നിങ്ങൾക്ക് തരും. സ്റ്റേറ്റ്മെന്റ് 1 കൃത്യമായിട്ട് വായിക്കുക. ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ഓൺലി പോസിറ്റീവ് മോട്ടിവേഷൻ ക്യാൻ ബി യൂസ്ഡ്. എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ടു മോട്ടിവേറ്റ് എംപ്ലോയി ഓൺലി പോസിറ്റീവ് മോട്ടിവേഷൻ ക്യാൻ ബി യൂസ്ഡ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് മോട്ടിവേഷൻ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക. മോട്ടിവേറ്റേഴ്സ് ക്യാൻ ബി നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ്. മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനിത്തിങ് വിച്ച് ഈസ് യൂസ്ഡ് ടു മോട്ടിവേറ്റ് ദ വർക്കർ ഈസ് കോൾഡ് മോട്ടിവേറ്റർ. മോട്ടിവേറ്റേഴ്സ് നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങൾ ഓൾട്ടർനേറ്റീവ്സ് തന്നിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, രണ്ടാമത്തത് തെറ്റാണ്. രണ്ടാമത്തെ നോക്കുക. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതായത് മോട്ടിവേറ്റർ നെഗറ്റീവും പോസിറ്റീവും ആകാം എന്നുള്ള ഒരു കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സി നോക്കുക. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, രണ്ടും കറക്റ്റ് ആണ്. ഡി നോക്കുക. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. സ്റ്റുഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫീച്ചർ ഒക്കെ വെച്ചിട്ട് വളരെ ഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്. ഈ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോ ആൻസർ ഈസ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ബോത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് മോട്ടിവേഷൻ ക്യാൻ ബി യൂസ്ഡ്. നെക്സ്റ്റ് നോക്കുക. Ramurthy, the CEO of Good Care Hospital, a leading chain of hospital, decided to reward the good work of the doctors of his organization. For this,
he instituted 2 running trophies. A healthcare achiever trophy to acknowledge and appreciate the tireless efforts of the doctors who rendered selfless service to the patients, and other Beti Bachao trophy to recognize the outstanding work done by the doctors in saving a girl child. Identify the incentive provided by Good Care Hospitals to its doctors through running trophies. Adur hospital, running trophy, doctors doctors, they are financially sound, well set up doctors. Our രണ്ട് ട്രോഫി കൊടുക്കാൻ തീരുമാനിച്ചു. അതെന്ത് കോണ്ടെക്സ്റ്റ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതെന്താണ് എന്നതാണ് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. സ്റ്റാറ്റസ് ആണോ, ജോബ് എൻറിച്ച്മെന്റ് ആണോ, എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം ആണോ, പെർക്വിസിറ്റ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേതാണ് ആൻസർ? എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം. അപ്പൊ നല്ല ഡോക്ടേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ട്രോഫി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം. അടുത്ത നോക്കുക. ദ സിഇഒ ഓഫ് Apex Sites Limited invited suggestions from Raj Lakshmi, Human Resource Manager, for retaining the talented employees to reduce employee turnover. She recommended that the good employees should be rewarded in a way that it creates a feeling of ownership among the employees. Name the incentive which has been suggested by Raj Lakshmi to the CEO of the company. Apex Limited in the CEO അതിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിട്ടുള്ള രാജലക്ഷ്മിയിൽ നിന്നും എന്താണ് എംപ്ലോയീസിന്റെ ടേൺ ഓവർ ഒക്കെ, എംപ്ലോയീസ് റിസൈൻ ചെയ്ത് പോകുന്ന ഇഷ്യൂസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം ചോദിച്ചു. അവൾ പറഞ്ഞത് എംപ്ലോയീസിന് എന്താണ്, അവർ ഈ ബിസിനസിന്റെ ഓണർ ആണ് എന്നുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻസെന്റീവ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഏതാണ് എന്നതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ഓപ്ഷൻ, പെർക്വിസിറ്റ്, ബോണസ്, ജോബ് എൻറിച്ച്മെന്റ്. ഏതാണിത്? ദ ആൻസർ ഈസ് സ്റ്റോക്ക് ഓപ്ഷൻ. എംപ്ലോയി ESOP എന്ന് പറയും, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്നാണ്. ESOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയും. അപ്പൊ അവിടെ എന്താണ്, ഒരു കമ്പനിയുടെ ഷെയർസ് മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് സ്റ്റോക്ക് ഓപ്ഷൻ. അടുത്ത നോക്കുക. XYZ company offers its directors certain benefits such as car, housing facilities, medical facilities, etc. as apart from the basic salary. Name the incentive provided here by the company to the director. XYZ company എന്താണ്, ഡയറക്ടേഴ്സിന് കാർ കൊടുക്കുന്നു, ഹൗസിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നു, മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുന്നു. ഇത് എന്താണ് എന്നതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ഓപ്ഷൻ ആണോ, പെർക്വിസിറ്റ് ആണോ, ബോണസ് ആണോ, ജോബ് എൻറിച്ച്മെന്റ് ആണോ? ഏതാ ആൻസർ? കമന്റ് ചെയ്യാം കുട്ടികൾക്ക്. ആൻസർ ഏതാ? ആൻസർ ഈസ് എന്താണ്? ബോണസ് ആണോ? അല്ല. സ്റ്റോക്ക് ഓപ്ഷൻ ആണോ? അല്ല. ജോബ് എൻറിച്ച്മെന്റ്? നോ, ഇറ്റ് ഈസ് പെർക്വിസിറ്റ്സ്. ഇറ്റ് ഈസ് പെർക്വിസിറ്റ്സ്. ബേസിക് സാലറി കൂടാതെ കമ്പനികൾ കൊടുക്കുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ വിളിക്കുന്ന പേരാണ് പെർക്വിസിറ്റ്സ്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കാം, ഫ്രീ എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻസ് കൊടുക്കാം, കാറ് കൊടുക്കാം, മെഡിക്കൽ അലവൻസ് കൊടുക്കാം. ഇതൊക്കെ പെർക്വിസിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കുക. Sarathi, Mr. Sarathi, the ex-chairman of Swadesh Limited, built up his successor before retiring. Or Swadesh Limited in the ex-chairman Sarathi എന്ന് പറയുന്ന ഒരാൾ അയാൾ റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് അയാളുടെ അടുത്ത ആളെ കണ്ടുപിടിച്ചു. Following the norms set up by himself, he handed over the reins of the company to the co-founder, Mr. Shravan. The companyയുടെ നോംസ് ഒക്കെ ഇതായിട്ട് ശ്രവൺ എന്ന് പറയുന്ന ഒരാൾക്ക് ചാർജ് ഹാൻഡ് ഓവർ ചെയ്തു. Who had the potential to bring about change in the behavior of others. അയാൾക്ക് ആ ശ്രവൺ എന്താണ്, മറ്റുള്ളവരുടെ ബിഹേവിയറിൽ മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളാണ്. Name the concept of management which was the reason why Mr. Sarathi chose Mr. Shravan to be the successor. എന്തുകൊണ്ടാണ് ശ്രവണിനെ ചൂസ് ചെയ്തത്? അത് ഏതാണ് എന്നതാണ്. എന്ത് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ചൂസ് ചെയ്തത്? എന്ത് ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കും? മോട്ടിവേഷൻ സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സ്റ്റാഫിംഗ്. ഇതിന്റെ ആൻസർ ഏത്? ആലോചിച്ച് നോക്കിയേ. ആൻസർ ഈസ് ലീഡർഷിപ്പ്. ശ്രവണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാണ് അദ്ദേഹം അയാളെ സെലക്ട് ചെയ്തത്. അടുത്ത നോക്കുക. രാകേഷ്, the MD of Modern Homes, an architecture and design firm, has appointed many successful architects. Here, Rakesh has given full responsibility of setting goals for various projects to the group. He avoids the use of power. Rakesh acts like a constant person with outsiders and collect information on resources required by the group to accomplish goal and take one or more advisory as an advisory role. What type of leadership style is being followed by Rakesh? ഈ രാകേഷ് ഏത് ടൈപ്പ് ലീഡർഷിപ്പ് ആണ് ഫോളോ ചെയ്യുന്നത്? ആ സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് അത് വളരെ ക്ലിയർ ആണ്. രാകേഷ് ഫോളോസ് ഡെമോക്രാറ്റിക് ടൈപ്പ് ഓഫ് Rakesh follow free reign leadership style. അടുത്ത നോക്കുക.
For the following 2 reasons, choose the correct option. Statement 1 നോക്കുക. Authoritative leadership style involves giving orders by a superior to his subordinate and expecting that his orders will be obeyed by them. Statement 2 നോക്കുക. A democratic leader takes decision after consultation and encourages the participation of subordinates. നേരത്തെ ടൈപ്പ് ഞാൻ പറഞ്ഞതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഇത് 2 സെന്റൻസും കൃത്യമായിട്ട് വായിക്കുക. എന്നിട്ട് താഴെ പറയുന്ന ഓൾട്ടർനേറ്റീവ്സിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുക. ഈ 2 സെന്റൻസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടുക ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നതാണ്. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സമയം തീരാനായി, 5 മിനിറ്റേ ഉള്ളൂ. സ്പീഡിൽ പോകാൻ നമുക്ക്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അടുത്ത മറ്റൊരു ടൈപ്പാണ് കേസ് ബേസ്ഡ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട്, അതായത് പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് ആയിരിക്കും. ഏതാണോ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ കണ്ടന്റ് ആയിരിക്കും. അത് തന്നിട്ട് താഴെ പറയുന്ന 5 ക്വസ്റ്റ്യൻസ് ഉത്തരം പറയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ജസ്റ്റ് ഒന്ന് സ്പീഡിൽ വായിക്കുക. ബബിത മൽഹോത്ര വാസ് പ്രൊമോട്ടഡ് ടു ദ, ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഒരാളും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല. ബബിത മൽഹോത്ര വാസ് പ്രൊമോട്ടഡ് ടു ദ പോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാനേജർ റീസെന്റ്. ബബിത മൽഹോത്രനെ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ മാനേജർ ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. Mr. Lalit Arora, general manager, was quite confident that she would be able to handle the department well. അത് ആ കമ്പനിയുടെ ജനറൽ മാനേജർ ലളിത് അറോറയാണ്. അയാൾക്ക് വളരെ കോൺഫിഡന്റ് ആയിരുന്നു അവൾക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. She worked as a link between management and workers to remove the misunderstanding, conflict and brought some reforms in the department. She gave flexible working hours to the employees and paid wages at a higher price rate to those who achieved the target and low wages to those employees who couldn't achieve the target. അവൾ എന്തായിരുന്നു, ബബിത മൽഹോത്ര എന്തായിരുന്നു, നല്ലോണം പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് വേജസ് ഇൻക്രീസ് ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ വേജസ് കുറച്ചിട്ട് ആണ് വേജ് പേയ്മെന്റ് ഒക്കെ നടത്തിയിരുന്നത്. To make the job environment better, she decided to redefine the workplace by designing jobs having greater variety of content. ഈ ജോബ് എൻവയോൺമെന്റ് നന്നാക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു? She decided to redefine the workplace by designing jobs having greater variety of content. ജോലിയിൽ ഒരുപാട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. She established various committees and regularly took the suggestions of the employees to improve the overall functioning of the business. She believed in the transparency in operation and to address the concerns of the employees, she arranged a suggestion box. ഈ കൺസേൺ എംപ്ലോയീസിന്റെ കൺസേൺ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സജഷൻ ബോക്സ് അവിടെ അറേഞ്ച് ചെയ്തു. Her efforts didn't go waste. അവളുടെ എഫേർട്ട് വേസ്റ്റ് ആയില്ല. And within a few months the company's growth rate was almost double. ഈ പുതിയ ആൾ എന്ത് ചെയ്തു? വളരെ കൃത്യമായിട്ട് ചെയ്തത് കൊണ്ട് ഒരു 2 മാസം കൊണ്ട് എന്താണ് കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് ഡബിൾ ആയിട്ട് മാറി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ്. ഇനി ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. On the basis of the case study, identify the kind of leadership style which Babita Malhotra followed. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ പാരഗ്രാഫ് വായിച്ച സമയത്ത് ഏത് ടൈപ്പ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ് ബബിത മൽഹോത്ര ഫോളോ ചെയ്തത്? ഓട്ടോക്രാറ്റിക് ആണോ, ഡെമോക്രാറ്റിക് ആണോ, ഫ്രീ റെയിൻ ആണോ, ബ്യൂറോക്രാറ്റിക് ആണോ? ആലോചിച്ച് നോക്കിയേ. അവളെല്ലാ ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ലീഡർഷിപ്പ് ആണ്? ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ആണ്. അടുത്ത് നോക്കുക. Which function of management is highlighted in the given case? ഇവിടെ മാനേജ്മെന്റിന്റെ ഏത് ഫംഗ്ഷൻ ആണ് ഈ കേസിൽ പറയുന്നത്? പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്? നോ ഡൗട്ട് ദ ആൻസർ ഈസ് ഡയറക്ടിംഗ്. അടുത്തത്, ഐഡന്റിഫൈ വൺ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്ടിംഗ് ഫോക്കസ്ഡ് ഇൻ ദ അബവ് കേസ് സ്റ്റഡി. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കേസിൽ ആ കേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഡയറക്ടിങ്ങിന്റെ ഒരു പ്രാധാന്യം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. Directing helps to initiate action. Directing helps to bring stability and balance in the organization. Directing integrate employees' efforts in the organization. Directing facilitate introduction of needed changes in the organization. വളരെ കൃത്യമായിട്ട് ആ പാരഗ്രാഫ് വായിച്ചാൽ മാത്രമാണ് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ആ കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിന് ശേഷം ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ ക്ലിയർ ആവും. ഇവിടെ 4ാമത്തേതാണ് ഡയറക്ടിങ് ഫെസിലിറ്റേറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് നീഡഡ് ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. അടുത്ത്, ഐഡന്റിഫൈ ദ ഫീച്ചർ ഓഫ് മോട്ടിവേഷൻ ഹൈലൈറ്റഡ് ഇൻ ദ അബവ് കേസ് സ്റ്റഡി. നേരത്തെ ആ കേസിൽ എന്താണ് അവിടെ മോട്ടിവേഷന്റെ ഒരു ഫീച്ചർ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് എന്നതാണ്. ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഫീലിംഗ്. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്.
it is a complex process, it is a voluntary process. അതെന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൊന്ന് കമന്റ് ചെയ്ത ആൻസർ. ഏതാ കുട്ടികൾ അതിന്റെ ആൻസർ വരുന്നത്? ഏതാ? ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കാരണം എന്താ, അവിടെ സാലറി നല്ല ആൾക്കാർക്ക് കൂടുതൽ ശമ്പളവും കുറച്ച് ആൾക്കാർക്ക് കുറവ് ശമ്പളം, സ്കില്ല് എഫിഷ്യൻസി കുറഞ്ഞ അവരുടെ വേജസ് ഒക്കെ റിഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൻസർ ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ഇസ് ഹൈലൈറ്റഡ് ഇൻ ദ അബവ് കേസ്? ഈ കേസ് സ്റ്റഡിയിൽ ഏത് ടൈപ്പ് മോട്ടിവേഷൻ ആണ് അവിടെ ഇൻസെന്റീവ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ആണ് കാണാൻ വേണ്ടി പറ്റിയത്? സ്റ്റാറ്റസ്, എംപ്ലോയി റെക്കഗ്നീഷൻ, ജോബ് സെക്യൂരിറ്റി, ബോണസ്. ദ ആൻസർ ഈസ് എംപ്ലോയി റെക്കഗ്നീഷൻ. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സെമാന്റിക് ബാരിയർ? താഴെ പറയുന്നവയിൽ സെമാന്റിക് ബാരിയർ അല്ലാത്തത് ഏതാണ്? സമയം തീരാൻ പോകാൻ പെട്ടെന്ന് പോവാം. ആൻസർ ഈസ് പ്രിമാച്വർ ഇവാലുവേഷൻ. അടുത്ത് നോക്കുക. Which of the following is not a type of psychological barrier? താഴെ പറയുന്നവയിൽ സൈക്കോളജിക്കൽ ബാരിയർ അല്ലാത്തത് ഏതാണ്? Fear of challenge to authority. It is a type of personal barrier. Effective motivation in the organization does not contribute towards. Effective motivation താഴെ പറയുന്നവയിൽ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. Does not contribute towards. Clear ആയിട്ട് വായിക്കണം. The answer is resistance to change in the organization. നോക്കുക. Mohit recently got a rise in his salary due to annual increment. മോഹിത്തിന് ആനുവൽ ഇൻക്രിമെന്റിന്റെ ഭാഗമായിട്ട് സാലറി വർദ്ധിച്ചു. Which of these human needs is being satisfied through this? ഈ ഒരു കേസിൽ കൂടി ഏത് നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടത്? ഒരു സംശയമില്ല, ഇറ്റ്സ് വെരി ഈസി. ഫിസിയോളജിക്കൽ നീഡ്. അടുത്ത് നോക്കുക. Which of the following is not an assumption of Maslow's theory? മാസ്ലോയുടെ തിയറിയുടെ അസംഷൻ അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ഏതാണ് എന്നതാണ്. മാസ്ലോയുടെ തിയറി പ്രധാനമായിട്ടും 3 അസംഷൻസ് ആണുള്ളത്. ഇതിലൊന്നല്ല. ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പീപ്പിൾസ് ബിഹേവിയർ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദർ നീഡ്സ്. അതാണ് അസംഷൻ അല്ല മാസ്ലോയുടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്, ജോബ് എൻറിച്ച്മെന്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവ്? നോൺ ഫൈനാൻഷ്യൽ ഇൻസെന്റീവിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? ആൻസർ ഈസ് പെർക്യൂസിറ്റ്. പെർക്യൂസിറ്റ് ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് ആണ്. അടുത്തത്. Boom Limited gives due weightage to the perquisite and prestige of job so that the designation helps to satisfy the psychological, social and esteem needs of individual. Identify the type of incentive being described in the above lines. The answer is status. On joining Foster Public School, a physical education teacher, Vikram, realized that he didn't have any freedom to introduce any change in the sports activity being carried out in the school. Identify the incentive which was being ignored by the school. ഒരു പുതിയൊരു മാഷ് എന്താണ് വിക്രം സാർ എന്ത് ചെയ്തു? ഒരു സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. പക്ഷെ അവിടെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാനും ഫ്രീഡം അദ്ദേഹത്തിന് ഇല്ല. അപ്പോ ഇതിലേത് ഇൻസെന്റീവ് ആണ് അവിടെ ഇഗ്നോർ ചെയ്യപ്പെട്ടത് എന്നതാണ്. ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ജോബ് സെക്യൂരിറ്റി, കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി, എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം. ഇതിലേതാണ് ആൻസർ? ഏതാ? ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ആണ് അതിന്റെ ആൻസർ. സമയം തീരാനാവുകയാണ്. അപ്പൊ ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിനകത്തേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കുക. Ejur as a project manager is able to assess the true potential of his subordinates and constantly motivate them to realize their full potential. Identify the element of directing being described in the above line. The answer is leadership. അപ്പോൾ ഇത് പറയാനുള്ള ടൈം വളരെ ലിമിറ്റഡ് ആണ്. അപ്പോ ഈ ഒരു സെഷൻ ഞാൻ ഡയറക്റ്റിംഗുമായി ബന്ധപ്പെട്ട ടോപ്പിക് അറ്റ് പ്രസന്റ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെഷൻ ഡീൽ ചെയ്യുന്നത് സോജി സാറാണ്. സാറ് സോജി സാർ. ഓക്കെ സർ. ഓക്കെ. Hey, good evening, children. നമ്മൾ 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ് എന്ന ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ക്വസ്റ്റ്യനും ചെറിയ എക്സ്പ്ലനേഷനും ആയിട്ട് നമുക്ക് മിക്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് തുടരുക. കാരണം നേരത്തെ തന്നെ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്ന ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Controlling function finds out how far
dash deviates from standards. 4 ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വൽ പെർഫോമൻസ്, ഇംപ്രൂവ്മെന്റ്, കോൺക്രീറ്റ് ആക്ഷൻസ്, കോസ്റ്റ്. അതില് ആക്ച്വൽ പെർഫോമൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോസസ് ഓഫ് കൺട്രോളിംഗ്? കൺട്രോളിംഗ് പ്രോസസ്സിൽ വരാത്തത് ഏതാണ്? ഒന്നാമത്തേത് അനലൈസിംഗ് ഡീവിയേഷൻസ്, 2 ഇന്റഗ്രേറ്റ്സ് എംപ്ലോയീസ് എഫേർട്സ്, 3 ടേക്കിംഗ് കറക്റ്റീവ് മെഷേഴ്സ്, 4 സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. അതിൽ ഓപ്ഷൻ ബി ആണ് ഇന്റഗ്രേറ്റ്സ് എംപ്ലോയീസ് എഫേർട്സ്. അത് ഒരു കൺട്രോളിംഗ് പ്രോസസ് അല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഡസ് നോട്ട് ഹൈലൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ്? ഒന്നാമത്തേത്, പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ് ആർ സെപ്പറബിൾ ട്വിൻസ് ഓഫ് മാനേജ്മെന്റ്. ഒന്നാമത്തേത് തന്നെ വായിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇൻസെപ്പറബിൾ ട്വിൻസ് എന്നാണ് വേണ്ടത്. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, കൺട്രോളിംഗിന്റെ മീനിങ്. കൺട്രോളിംഗ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കൺട്രോളിംഗ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് മാനേജ്മെന്റ് എൻഷുവേഴ്സ് ദാറ്റ് ആക്ച്വൽ പെർഫോമൻസ് കൺഫോംസ് ടു ദി പ്ലാൻഡ് പെർഫോമൻസ്. നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ ആക്ച്വൽ പെർഫോമൻസ് നടക്കുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൺട്രോളിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്. സോ പ്ലാനിംഗ് വിത്തൗട്ട് കൺട്രോളിംഗ് ഈസ് മീനിങ്ലെസ്. അത് അർത്ഥരഹിതമാണ്, നമുക്ക് ഒരു മൂല്യമില്ലാത്തതാണ്. അപ്പൊ കൺട്രോളിംഗ് ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും എസെൻഷ്യലായ ഒരു ഫംഗ്ഷനാണ്. കൺട്രോളിംഗ് ഫംഗ്ഷൻ ബ്രിങ്സ് മാനേജ്മെന്റ് സൈക്കിൾ ബാക്ക് ടു ദി, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. കൺട്രോളിംഗ് ഫംഗ്ഷൻ ബ്രിങ്സ് ദ മാനേജ്മെന്റ് സൈക്കിൾ ബാക്ക് ടു ദി. നമ്മള് പ്ലാനിങ്ങിന്റെ ചാപ്റ്ററില് പ്ലാനിങ് പ്രോസസ്സ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഒരു പ്രോസസ്സ് പഠിക്കുന്നുണ്ട്. ഒരു സർക്കിൾ വരച്ചിട്ട് നമ്മൾ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് എഴുതി പഠിക്കുന്നുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. അതേപോലെ നമ്മൾ ഈ കൺട്രോളിങ്ങിന്റെ ഒരു പ്രോസസ് ഉണ്ട്. അപ്പൊ ഇത് തിരിച്ച് നമ്മൾ എവിടെ വരും? കൺട്രോളിംഗ് ഫംഗ്ഷൻ ബ്രിങ്സ് മാനേജ്മെന്റ് സൈക്കിൾ ബാക്ക് ടു ദി പ്ലാനിംഗ് ഫംഗ്ഷൻ. തിരിച്ച് നമ്മൾ വീണ്ടും അടുത്ത പ്ലാനിംഗ് ഫംഗ്ഷനിലേക്കാണ് വരുന്നത്. നെക്സ്റ്റ്, planning and controlling are inseparable twins of management. Once a plan becomes operational, controlling is necessary. ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി നമ്മളത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൺട്രോളിംഗ് ഫംഗ്ഷൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ പ്ലാനിങ്ങും കൺട്രോളിങ്ങും രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന, മാറ്റി നിർത്താൻ കഴിയുന്ന ഫങ്ഷൻസ് അല്ല. നെക്സ്റ്റ്, what is the process of measuring and monitoring performance, comparing it with the set goals and making course corrections known as? കൺട്രോളിങ്ങിന്റെ മീനിങ് മറ്റൊരു രീതിയിൽ ചോദിക്കുന്നതാണ്. കൺട്രോളിങ്ങിന്റെ ഇതിന്റെ ആൻസർ കൺട്രോളിംഗ് ആണ്. നെക്സ്റ്റ്, ദ കൺട്രോളിംഗ് ഫംഗ്ഷൻ ഓഫ് an organization is, നമ്മൾ കൺട്രോളിംഗ് ഫംഗ്ഷന്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ അത് ഫോർവേഡ് ലുക്കിംഗ് ആണോ, ബാക്ക്വേർഡ് ലുക്കിംഗ് ആണോ, ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണോ, നൺ ഓഫ് ദി അബോവ് ആണ്? ആൻസർ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം പ്ലാനിങ് ഒരു ഫോർവേഡ് ലുക്കിംഗ് ഫംഗ്ഷൻ ആണ്. കൺട്രോളിംഗ് ഫോർവേഡ് ലുക്കിംഗ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, ഐഡന്റിഫൈ വിച്ച് ഈസ് നോട്ട് എ പ്രോസസ് ഓഫ് കൺട്രോളിംഗ്. കൺട്രോളിംഗിന്റെ പ്രോസസ് അല്ലാത്തത് ഏതാണ്? Analyzing deviations, integrates employees' efforts, taking corrective measures, setting performance standards. ഇതിൽ രണ്ടാമത്തേതാണ് കൺട്രോളിംഗ് പ്രോസസ് അല്ലാത്തത്. കൺട്രോളിംഗ് പ്രോസസ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് കൺട്രോളിംഗ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ആ സ്റ്റെപ്സ് നമുക്കൊന്ന് നോക്കാം. കൺട്രോളിംഗ് പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്. ഇത് ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം. രണ്ടാമത്തത് മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. മൂന്നാമത്തത് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. നാലാമത്തത് അനലൈസിംഗ് ഡീവിയേഷൻസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. നെക്സ്റ്റ് അഗൈൻ അടുത്തൊരു ചോദ്യം, റെമഡിയൽ ആക്ഷൻസ് ടേക്കൺ ടു പ്രിവെന്റ് ഡീവിയേഷൻ ഇൻ ഫ്യൂച്ചർ ഈസ് കോൾഡ്. ഭാവിയിൽ ഡീവിയേഷൻ വരുന്നത് ഒഴിവാക്കുന്നത് ഏത് ഫംഗ്ഷനാണ്?
ഏത് സ്റ്റെപ്പിലാണ്? Measurement of actual performance, taking corrective actions, analyzing deviations, setting performance standards. Other option B are taking corrective actions. Next, deviations are said to be positive in nature when deviations positive on the planned performance is more than actual performance. Planned performance is actual performance. Actual performance is more than planned performance. The option B ആണ് answer. Actual performance കൂടുതലും planned performance കുറവും. Next, identify the correct sequence of the steps involved in the controlling process. അതിനാണ് നേരത്തെ ഞാൻ പറഞ്ഞു കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് പഠിക്കുമ്പോൾ ആ കൃത്യമക്രമത്തിൽ തന്നെ പഠിക്കണം. അപ്പൊ ക്രമം ഏതിലാണ്? ഈ ഓപ്ഷൻ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് ക്രമം പാലിക്കുന്നത്? ആൻസർ അറിയാവുന്നവര്, പെട്ടെന്ന് വായിക്കാൻ കഴിയുന്നവര് വേഗം വായിച്ചിട്ട് ആൻസർ ചെയ്യാം. നമുക്ക് അധികം സമയം കളയാനില്ലാത്തത് കൊണ്ട് ആൻസർ വായിക്കുന്നില്ല. നിങ്ങൾ അത് ക്രമത്തിൽ 5 സ്റ്റെപ്സ്, ആ സ്റ്റെപ്സ് ക്രമത്തിൽ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വെൻ ദ ഡീവിയേഷൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദ പ്ലാൻഡ് പെർഫോമൻസ് ആർ വിത്തിൻ ദ ലിമിറ്റ്സ്. ഈ ആക്ച്വൽ പെർഫോമൻസും പ്ലാൻഡ് പെർഫോമൻസും ആ ഒരു പരിധിക്കുള്ളിലാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലിമിറ്റഡ് കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ്, നോ കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ്, എ മേജർ കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ്, നൺ ഓഫ് ദി അബവ്. ഏതാണ് ആൻസർ? പ്ലാൻഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും ആദ്യം പരിധിക്കുള്ളിലാണെങ്കിൽ നോ കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നോ കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ്. Next, Yash runs a logistic company. The touring charges of each trip in the company are expected to submit a report to the event manager on the completion of every trip. Identify the step in the controlling process being described in the above lines. On the setting standards, what are the setting standards? Standard of the setting. The measurement of actual performance. Taking corrective action. Analyzing deviations. Other option B ആണ് measurement of actual performance. ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം നമുക്ക് ഈ ഡീവിയേഷൻസ് അനലൈസ് ചെയ്ത് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ. അപ്പോൾ മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ് കൺട്രോൾ. മാനേജ്മെന്റ് കൺട്രോളിന് രണ്ട് തരം ടെക്നിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ട്രഡീഷണൽ ടെക്നിക്സ്, പണ്ട് തൊട്ടേ മാനേജ്മെന്റ് ബിസിനസ് മാനേജേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ടെക്നിക്സ് ആണ്. രണ്ടാമത്തേത് മോഡേൺ ടെക്നിക്സ്. അതില് ഫസ്റ്റ് വൺ ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ്? Traditional techniques are those which have been used by companies for a long time. വളരെ ദീർഘകാലമായിട്ട് കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൺട്രോളിംഗ് ടെക്നിക്സിനെയാണ് നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ 4 ട്രഡീഷണൽ ടെക്നിക്സ് ആണ് കമ്പനികൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ. ഇത് 4മാണ് ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറയുന്നത്. ടെക്നിക് മാനേജ്മെന്റ് കൺട്രോളിംഗ് ടെക്നിക്സ് ഈ CUET-യുടെ സിലബസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് പഠിച്ചു വയ്ക്കുക. ട്രഡീഷണൽ ടെക്നിക്സും മോഡേൺ ടെക്നിക്സും അരിസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തേത് മോഡേൺ ടെക്നിക്സ് ആണ്. മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് ആർ ദോസ് വിച്ച് ആർ ഓഫ് റീസെന്റ് ഒറിജിൻ. ഓക്കെ, കമ്പാരിറ്റീവ്ലി അത് മാനേജ്മെന്റിൽ പുതിയതായിട്ട് വന്ന ചില ടെക്നിക്സ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI. രണ്ടാമത്തേത് റേഷ്യോ അനാലിസിസ്. മൂന്നാമത്തേത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. 4 മാനേജ്മെന്റ് ഓഡിറ്റ്. 5 PERT ആൻഡ് CPM. ഇതിന്റെ എക്സ്പാൻഷൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. അതുപോലെ CPM എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അതിന്റെ എക്സ്പാൻഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ലാസ്റ്റ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ 6 മോഡേൺ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ്
നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ട്രഡീഷണൽ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ? പേഴ്സണൽ ഒബ്സർവേഷൻ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ, ഓൾ ഓഫ് ദി അബവ്. ട്രഡീഷണൽ ടെക്നിക്ക് ഇതിലേതാണ്? നമുക്കറിയാം ഇതിലെല്ലാം ട്രഡീഷണൽ ടെക്നിക്കാണ്. തിരിച്ചു പോകാം നമുക്ക്. ട്രഡീഷണൽ ടെക്നിക്ക്, പേഴ്സണൽ ഒബ്സർവേഷൻ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ. ഇത് മൂന്നുമാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ അത് ഓൾ ഓഫ് ദി അബവ് ആണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ വിച്ച് ഈസ് നോട്ട് എ മോഡേൺ ടെക്നിക് ഓഫ് കൺട്രോളിംഗ്. മോഡേൺ ടെക്നിക് ഓഫ് കൺട്രോളിംഗ് അല്ലാത്തത് ഏതാണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മോഡേൺ ആണ്. റേഷ്യോ അനാലിസിസ് മോഡേൺ ടെക്നിക്കാണ്. മാനേജ്മെന്റ് ഓഡിറ്റ് മോഡേൺ ടെക്നിക്കാണ്. അതിൽ മോഡേൺ അല്ലാത്തത് ട്രഡീഷണൽ ടെക്നിക്കാണ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ? രണ്ടാമത്തത്, ഇറ്റ് റെസ്ട്രിക്ട്സ് കോഓർഡിനേഷൻ ഇൻ ആക്ഷൻ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ് അതിന്റെ ആൻസർ. റെസ്ട്രിക്ട്സ് കോഓർഡിനേഷൻ ഇൻ ആക്ഷൻ എന്നതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, Om Prakash has set up a small business unit for the manufacturing of detergent. In order to market the detergent in the local residential areas, he has appointed a team of 10 salesmen. Each salesman is expected to sell at least 200 units of detergent within a week's time. Identify the point of importance of controlling being highlighted in the above case. Controlling helps in judging accuracy of standards. It ensures efficient use of resources. It helps in improving employee motivation. Is C another answer. It helps in improving employee motivation. Next, this concept of control management is based on the belief that if you try to control everything, you may end up controlling nothing. നിങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് ഏത് കൺസെപ്റ്റ് ആണ് ഇതിൽ സൂചിപ്പിക്കുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ ആണോ? കീ റിസൾട്ട് ഏരിയ ആണോ? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ആണോ? ഡീവിയേഷൻസ് ആണോ? അതിൽ സി ആണ്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഈ പോയിന്റിനെ കുറിച്ച് പല രീതിയിൽ ചോദ്യം വരാം, നന്നായി മനസ്സിലാക്കിയിട്ട് പോകുക. സോ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നെറ്റ് അൺസ്റ്റേബിൾ ആണെന്ന് എനിക്ക് മെസ്സേജും കണ്ടു, അതുകൊണ്ട് ചെറിയ ചാപ്റ്റർ ആണ്. So over to you, Sandeep sir. Okay, sir. അപ്പോൾ നമ്മള് സാറ് നേരത്തെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റിംഗുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാണാലോ സാർ? കാണാം സാർ, കാണാം. ഡയറക്റ്റിംഗിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡീൽ ചെയ്യാം. As an employee of an automobile company, Suraj has always been very lazy. In order to change his behavior, his boss decided to give him an incentive. Identify the feature of motivation being described in the above lines. ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിലെ സുരാജ് എപ്പോഴും ലേസി ആണ്. അദ്ദേഹത്തിന്റെ ബിഹേവിയർ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇൻസെന്റീവ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതില് മോട്ടിവേഷന്റെ ഏത് ഫീച്ചർ ആണ് ഇതിനകത്തുള്ളത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. മോട്ടിവേഷൻ ഈസ് എൻ ഇന്റേണൽ ഫീലിംഗ്. മോട്ടിവേഷൻ പ്രൊഡ്യൂസസ് ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ. മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. നൺ ഓഫ് ദീസ്. ഏതായിരിക്കും? കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കുക. ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷനിൽ ഏത് ഫീച്ചർ ആണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കേസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? ആൻസർ ഈസ് ബി. മോട്ടിവേഷൻ പ്രൊഡ്യൂസസ് ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ. ആൻസർ രണ്ടാമത്തേതാണ്. മോട്ടിവേഷൻ ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ. അടുത്ത നോക്കുക. Radhika runs a confectionery in a local market. In order to make the workers in the confectionery work optimally,
She on one hand provide them overtime wages and on the other hand imposes penalty if required by deducting the wages. Identify the feature of motivation being described in the above lines. അതായത് രാധിക ഒരു confectionery shop ഒരു local market നടത്തുന്നു. In order to make the workers in the confectionery work optimally, അവിടെയുള്ള ജോലിക്കാർ വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് she on one hand provide them overtime wages. അവൾ എന്ത് ചെയ്യുന്നു, അവർക്ക് overtime wages കൊടുക്കുന്നു. And on the other hand, അതേ സമയത്ത് തന്നെ she imposes penalty if required by deducting the wages. ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, വേജസ് കുറക്കുന്നെങ്കിലും പിന്നെ ഇൻഎഫിഷ്യൻസി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വേജസ് കുറക്കുന്നുണ്ട് രാധിക. ഐഡന്റിഫൈ ദ ഫീച്ചർ ഓഫ് മോട്ടിവേഷൻ ബീങ് ഡിസ്ക്രൈബ് ഇൻ ദ അബവ് ലൈൻസ്. ഈ കാര്യത്തിൽ നമുക്ക് മോട്ടിവേഷന്റെ ഒരു ഫീച്ചർ കാണാൻ വേണ്ടി പറ്റും, അതേതാണ് എന്ന് കണ്ടുപിടിക്കാനാണ്. മോട്ടിവേഷൻ ഈസ് an internal feeling. Motivation produces goal-oriented behavior. Motivation is a complex process. Motivation can be either positive or negative. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ്, ഈ ക്വസ്റ്റ്യൻസ് അതായത് ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും ഒക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കണം. അതിന്റെ ബേസിൽ ആ പഠിച്ച ജസ്റ്റ് പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്താൽ മാത്രം പോരാ, അത് എന്താണ് ആ മീനിങ് എന്ന് ക്ലിയർ ചെയ്യണം. കാരണം ആ മീനിങ് ഏതെങ്കിലും ഒരു കേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ കേസിൽ ഏത് കാണാം, ഏതാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. ഈ ഒരു കേസിൽ ഏതാണ് ആൻസർ കുട്ടികൾക്ക് മനസ്സിലാക്കാം. ആൻസർ വരുന്നത് മോട്ടിവേഷൻ ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അടുത്ത് നോക്കുക, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ മോട്ടിവേഷൻ പ്രോസസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോട്ടിവേഷൻ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ മോട്ടിവേഷൻ, അതായത് ഈ മോട്ടിവേഷൻ എന്ന ഒരു സൈക്കോളജിയിലെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് തന്നെ ഈ മോട്ടിവേഷൻ എന്ന പ്രോസസ്സിനകത്ത്, മോട്ടിവേഷൻ ഒരു സൈക്കോളജിക്കൽ പ്രോസസ് ആണ്. ഇഫ് വി ഇവാലുവേറ്റ് ദ പ്രോസസ് കെയർഫുള്ളി വി ക്യാൻ ഐഡന്റിഫൈ സം എലമെന്റ്സ്. The elements that we can identify in the motivation process are known as motivation process. ഇതിൽ ഏതാണ് കറക്റ്റ് സീക്വൻസ്? ഇപ്പോ ടെൻഷൻ, നിങ്ങൾ കണ്ടിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, ടെൻഷൻ, ഡ്രൈവ്, സെർച്ച് ബിഹേവിയർ, അൺസാറ്റിസ്ഫൈഡ് നീഡ്, സാറ്റിസ്ഫൈഡ് ബിഹേവിയർ, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. അൺസാറ്റിസ്ഫൈഡ് നീഡ്, ടെൻഷൻ, ഡ്രൈവ്, സെർച്ച് ബിഹേവിയർ, സാറ്റിസ്ഫൈഡ് ബിഹേവിയർ, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. നിങ്ങൾ ആ സ്റ്റെപ്സ്, അതായത് അതിനകത്തുള്ള എലമെന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. അതായത് മോട്ടിവേഷൻ എന്ന പ്രോസസ്സിലെ എലമെന്റ്സ്, the first element is unsatisfied need. Unsatisfied need leads to tension. Tension creates drive. Drive results in search behavior. Search behavior, as a result of search behavior, we will find out some solution. That is, it leads to satisfied behavior. And finally, reduction of tension. അപ്പോൾ ഈ മോട്ടിവേഷനിലെ സ്റ്റെപ്പ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്ക്രീനിൽ കാണാം. The first step, unsatisfied need, tension, drive, search behavior, satisfied behavior, reduction of tension. അടുത്ത നോക്കുക, on the successful completion of 2 years in a company, Harsh received a letter confirming his job as permanent employee. Identify the need of Harsh being fulfilled as per Maslow's need hierarchy theory. 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കമ്പനിയിലെ ഹാർഷ് എന്ന് പറയുന്ന ഒരു എംപ്ലോയിക്ക് എന്തോ ഒരു ലെറ്റർ ലഭിച്ചു. ആ ലെറ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യു ആർ നൗ ദ പെർമനന്റ് എംപ്ലോയി. നിങ്ങൾ ഇപ്പോൾ ഈ കമ്പനിയിലെ പെർമനന്റ് ആണ്. ഐഡന്റിഫൈ ദ നീഡ് ഓഫ് ഹാർഷ് ബീങ് ഫുൾഫിൽഡ് ആസ് പെർ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ ഹാർഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഏത് നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്? എസ്റ്റീം നീഡാണോ, സെക്യൂരിറ്റി നീഡാണോ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണോ, ഫിസിയോളജിക്കൽ നീഡാണോ? ഏതാണ്? The answer is security need. Security നീഡിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജോബ് സെക്യൂരിറ്റി. ജോബ് സെക്യൂരിറ്റി. അപ്പൊ ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്തു എന്നതാണ് അർത്ഥം. അടുത്ത നോക്കുക, Om Limited adopt a systematic performance appraisal system which provides opportunity to employees to improve their skills and be promoted to the higher level jobs. Identify the type of incentive being adopted by the company. Okay, Om Limited adopt a systematic performance appraisal system. Om Limited എന്ത് ചെയ്യുന്നു? ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം യൂസ് ചെയ്യുന്നു.
which provide opportunity to employee to improve the skills and be promoted to the higher level jobs. അതെന്താണ്? എംപ്ലോയീസിന് ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നു, അവരുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാം, അവർക്ക് ഹയർ ജോബിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് ബീങ് അഡോപ്റ്റഡ് ബൈ ദ കമ്പനി. ഈ ഒരു കേസിൽ ഏത് ടൈപ്പ് ഇൻസെന്റീവ് ആണ് കമ്പനി യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കുക. എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാം, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, കരിയർ അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റി, job security. The answer is career advancement opportunities. Next, Yamini received a special gold coin from her school management for exceptionally good board result of her students in her subject. Identify the need of Yamini being fulfilled as per Maslow's need hierarchy theory. Yamini endana school management il ninnum oru special gold coin ലഭിച്ചു. എന്തുകൊണ്ടാണ് ലഭിച്ച? ഫോർ എക്സെപ്ഷനലി ഗുഡ് ബോർഡ് റിസൾട്ട് ഫോർ ഹർ സ്റ്റുഡൻസ് ഇൻ ഹർ സബ്ജക്ട്. ആ ടീച്ചറുടെ സബ്ജക്റ്റിൽ വളരെ നല്ല റിസൾട്ട് ആണ് ആ വർഷം ലഭിച്ചത്. ഐഡന്റിഫൈ ദ നീഡ് ഓഫ് യാമിനി ബീങ് ഫുൾഫിൽഡ് ആസ് പെർ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ആ യാമിനി എന്ന ടീച്ചറുടെ ഏത് നീഡാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടത്? ഓപ്ഷൻസ് നോക്കുക. എസ്റ്റീം നീഡ്, ബിലോങ്ങിങ്നെസ് നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ബേസിക് ഫിസിയോളജിക്കൽ നീഡ്. ദ ആൻസർ ഈസ് എസ്റ്റീം നീഡ്. അവിടെ എസ്റ്റീം നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കുറെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫക്റ്റീവ് മോട്ടിവേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ്. ഇഫക്റ്റീവ് മോട്ടിവേഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ്. ഒരു കമ്പനിയിലുള്ള ഇഫക്റ്റീവ് മോട്ടിവേഷൻ താഴെ പറയുന്നവയിൽ ഒരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് എന്നതാണ്. അതെ, ഓപ്ഷൻസ് നോക്കുക. ഡെവലപ്പിംഗ് പെർഫോമൻസ് ലെവൽ ഓഫ് എംപ്ലോയീസ്, ഹെൽപ്സ് ഇൻ റെഡ്യൂസിംഗ് എംപ്ലോയി ടേൺ ഓവർ, ഹെൽപ്സ് ടു റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ ദ ഓർഗനൈസേഷൻ, ഓൾ ഓഫ് ദ എബവ്. ആൻസർ വരുന്നത് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ ദ ഓർഗനൈസേഷൻ. ഇതും നേരത്തെ പറഞ്ഞ കാര്യമാണ്. The Boom Limited gives due weightage to the perquisites and prestige of job so that the designation helps to satisfy the psychological, social and esteem needs of an individual. Identify the type of incentive being described in the above lines. Employee empowerment, job security, status, perquisite. അവിടെ എന്താ പറയുന്നത്? Boom Limited gives due weightage to the perquisites and the prestige of job so that the designation helps to satisfy psychological, social and esteem needs of an individual. Boom Limited എന്താണ്? പെർക്വിസിറ്റ്സിനും അതുപോലെ പ്രസ്റ്റീജ് ഓഫ് ജോബിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള വെയിറ്റേജ് നൽകുന്നു. So that the designation helps to satisfy. അതുകൊണ്ട് ഒരു എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ തന്നെ അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ നീഡും സോഷ്യൽ നീഡും എസ്റ്റീം നീഡും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് ബീങ് ഡിസ്ക്രൈബ് ഇൻ ദ above lines. ഇതിൽ പറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് ഏതാണ് എന്നതാണ്. ആൻസർ ഈസ് സ്റ്റാറ്റസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a feature of leadership? താഴെ പറയുന്നവയിൽ ലീഡർഷിപ്പിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? Which of the following is not a feature of leadership? It shows the ability of an individual to influence others. അത് ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യുക. It leads to achievement of organizational goals. അത് ലീഡർഷിപ്പിന്റെ ഒരു ഫീച്ചർ ആണ്. കാരണം ലീഡർഷിപ്പ് ലീഡ്സ് ടു ഹെൽപ്സ് ടു അച്ചീവ് ദ ഗോൾ. ഒന്നാമത്തതും അതിന്റെ ഫീച്ചർ ആണ്. ഇറ്റ് ഷോസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ആണ്. മൂന്നാമത്തത് നോക്കുക, ലീഡർഷിപ്പ് ഈസ് വൺ ടൈം പ്രോസസ്. ലീഡർഷിപ്പ് ഒറ്റത്തവണ മാത്രം ചെയ്യേണ്ട പ്രോസസ് ആണ്. അതാണോ? അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ലീഡർഷിപ്പിന്റെ ഒരു ഫീച്ചർ അല്ല. ലീഡർഷിപ്പ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് എ വൺ ടൈം പ്രോസസ്. ഓക്കെ, അപ്പൊ ആൻസർ ഈസ് ലീഡർഷിപ്പ് ഈസ് എ വൺ ടൈം പ്രോസസ്. അടുത്ത് നോക്കുക, Eju as a project manager is able to assess the true financial potential of his subordinates and constantly motivate them to realize their full potential. Identify the element of directing being described in the above line, that is leadership. അടുത്ത, as an employee of an automobile, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു.
അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ മെറ്റീരിയൽസും ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 9:30 ആണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം 9:30 ആയിരിക്കുകയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാഡം, മിനി മാഡം. സാറ് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു മാഡം. പുഷ്പ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? പുഷ്പ ടീച്ചർ ജോയിൻ ചെയ്തിട്ടില്ല. മേസൺ സാർ ഒരു നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. രഘു സാറിനെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കിയോ? രഘുനാഥൻ CGAC.